റഹീമിന്റെ ഭാര്യയാണെന്ന് പറയുന്നത് എനിക്കൊരു നാണക്കേടുമില്ല കേട്ടോ. അത് വലിയ സന്തോഷമാണ്. ആണ് ഞാൻ കൂടെ ജീവിക്കുന്ന ആളാണെന്ന് പറയുന്നതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ പ്രശ്നം അത് മാത്രമല്ല, അത് മാത്രമല്ല, അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. പാളയം ഏരിയ കമ്മിറ്റി, SFIയുടെ ഏരിയ കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. പോയപ്പോഴാണ് ശാലീന സുന്ദരിയായ പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ ഡി ഒരു ചായ എന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഒരു ചായ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഡി എന്ന് വിളിക്കുകയില്ല. പ്രേമിക്കുന്ന സമയത്ത് കോംറേഡ് തന്നെയായിരുന്നു ഏതാണ്ട്. എന്നോട് ചേട്ടായി എടേ പോടെ എന്ന് വിളിക്കാവുന്ന കുറച്ചും കൂടി ഒരു ബന്ധമുണ്ട്. ഇപ്പൊ നമ്മള് പോകുന്നില്ല എന്ന് വെച്ചോ, പോയോ, അത് പോയോ, ആ അഡ്മിഷൻ എടുത്തോ, അത് പഠിച്ചോ, അത് അത് എന്റെ തന്നെ ഒരു കാര്യമായിട്ട് കരുത്. അത് അതിലൊരു പ്രത്യേക ശ്രദ്ധയാണ്. മാത്രമല്ല, അത് ഇയാളുടെ മാത്രമല്ല, ഇന്ത്യയിൽ ഇയാളുടെ ഇയാൾക്കത് കുക്ക് ചെയ്തു. ചിലപ്പോ ഞാൻ വരലുണ്ടാവൂല, അതിന് മുമ്പേ ആണ് നടക്കുന്നതെങ്കിൽ അങ്ങ് പ്രസവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് SAT ഹോസ്പിറ്റലിലാക്കിട്ട് പോകുന്നത്. രണ്ടുപേരോടാണ് ഞാൻ ഫോണിന്റെ അങ്ങേത്തിലക്കൽ കരഞ്ഞത്. അതൊന്ന് MB ഗോവിന്ദൻ മാഷ് വിളിച്ചപ്പോഴും, രണ്ടാമതൊന്ന് PM മുഹമ്മദ് റിയാസ് വിളിച്ചപ്പോഴായിരുന്നു. ചില സമയത്ത് മക്കളെക്കാൾ കുട്ടിയാണ്. ഞങ്ങൾ രണ്ടുപേരും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല ഞാനെങ്കിലും ദിവസത്തിലെ തുടങ്ങുന്ന പോലെ അവസാനിക്കുന്നവരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഇവർ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പേഴ്സണൽ ടൈം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മിസ് ചെയ്താൽ ഞാൻ അങ്ങനെ തന്നെ പറയാറുണ്ട്. എനിക്ക് ആ ഒരു സമയം കുറച്ച് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ കൃത്യമായി ഏതെങ്കിലും ഒരു സമയത്ത്, അതിപ്പോ ഏതെങ്കിലും ഒരു ടൈം, ഇപ്പൊ അർദ്ധരാത്രി ആണെങ്കിൽ അയ്യോ അല്ല, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാറുണ്ടോ എനിക്ക് കിട്ടുന്നില്ല, ആത്മാർത്ഥമായിട്ട് പറയും. പ്രണയം വിവാഹത്തിന്റെ തുടക്കവും വിവാഹം പ്രണയത്തിന്റെ ഒടുക്കവുമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. റഹീം MPയും ഡോക്ടർ അമൃതയാണ് നമുക്കപ്പോൾ ഉള്ളത്. ഹായ്. നമസ്കാരം. നന്നായി പോകുന്നു എന്ന് കരുതുന്നു കാര്യങ്ങളൊക്കെ. ആദ്യ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സെന്റൻസ്, അതായത് വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അന്തർധാര സജീവമായിരുന്നു എന്ന് പറയുന്ന കോമഡി നിങ്ങളുടെ SFI കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ DYFI കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് മുമ്പൊരു കാലഘട്ടവും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ശരിക്കും ഈ കോട്ടൺ ഹിൽ സ്കൂളിലല്ലേ അമൃത പഠിച്ചത്? ഒരു വർഷം ഞാൻ അവിടെയാ പഠിച്ചത്. പക്ഷെ ആ സമയത്ത് ശരിക്കും SFI വളർത്തുന്നതിന്റെ ചാർജ് റഹീമിനുണ്ടായിരുന്നു? ഇല്ല. അപ്പൊ അവിടെ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ റഡാറിൽ ആദ്യമായി വരുന്നത് പാളയം ഓഫീസ്, CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ്. ഇപ്പൊ പുതുതാണ്, അന്ന് പഴയ ഓഫീസാണ്. ഓഫീസ് ബാക്കിലത്തെ ഒരു ചെറിയ ഹാളുണ്ട്, അവിടെയാണ് കമ്മിറ്റി കൂടുന്നത്. അപ്പോൾ അവിടെ പാളയം ഏരിയ കമ്മിറ്റി, SFIയുടെ ഏരിയ കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോഴാണ് ശാലീന സുന്ദരിയായ പെൺകുട്ടി. അന്ന് ശാലീന സുന്ദരിയായിരുന്നു. ഇപ്പൊ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള മുന്നോട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലേ? പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെന്റ്. അതല്ല, എങ്ങനെ ഞാൻ പറയാം, ശാലീന സുന്ദരി പറയാൻ കാരണം നമ്മുടെ കാഴ്ചപ്പാട്, ഒരു സ്ത്രീ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അന്നത്തെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കുട്ടി കൊള്ളാലോ എന്ന് നമുക്ക് തോന്നുന്ന വിധമുള്ള ഒരു ഇതുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അന്നത്തെ ചിന്ത അങ്ങനെയായിരുന്നു. കുലസ്ത്രീ എന്താണ് പറയാവുന്നത്, സീരിയസ്ലി. പക്ഷെ പിന്നീട് ഞാൻ സ്വന്തം നിലയ്ക്ക് പറയാണ്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എൻ്റെ തന്നെ എൻ്റെ ചിന്തകളുടെ ട്രാൻസ്ഫോർമേഷൻ, കാഴ്ചപ്പാടുകളുടെ ട്രാൻസ്ഫോർമേഷൻ, ധാരണകളുടെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എല്ലാ മനുഷ്യരിലും എന്നപോലെ എല്ലാം സംഭവിക്കുമല്ലോ. ഞാൻ തീർച്ചയായും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു പരിസരത്തിൽ നിന്നാണ് ഞാൻ വന്നത്. മനസ്സിലായി. അവിടെ ഒരു കട്ട് വെക്കാം. അമൃത ശരിക്കും ആ സമയത്ത് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ, അത്യാവശ്യം ശബ്ദമൊക്കെ ഗാംഭീര്യമുള്ള ശബ്ദമുള്ള ഒരു മനുഷ്യൻ, ഇതൊക്കെയാണ് ഫസ്റ്റിൽ ക്യാച്ച് ചെയ്യുന്നത്. അത്രേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന കാര്യം രണ്ടാമത് പറയാം. പക്ഷെ ഇപ്പോൾ വളരെ തിരക്കുള്ള ജീവിതത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഭയങ്കര പുരോഗമനമൊക്കെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ചായ എന്നായിരിക്കുമോ പറയുക? ഈ ഒരു ചായ എന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഒരു ചായ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഡി എന്ന് വിളിക്കുകയില്ല. അത് അല്ല, എന്നെ ഇതുവരെ ഡി എന്ന് വിളിച്ചിട്ടേ ഇല്ല. എനിക്ക് പൊതുവിൽ ഈ ഡി എന്ന് വിളിക്കുന്നതിനോട് കുറച്ച് അരോചകമായി തോന്നുന്ന ഒരാളാണ്. അതറിയുന്നു. അല്ലെങ്കിൽ ഞാൻ ആരെയും ഡി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ല. എന്നെ വിളിക്കാറില്ല കേട്ടോ, അത് ഇതിനല്ല, പൊതുവിൽ വിളിക്കാറില്ല. പക്ഷെ എന്നാലും ഒരു ചായ എടുക്ക് എന്നൊന്നും പറയുന്നൊരു സാധനം ഇല്ല. എനിക്കൊരു ചായ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാം.
അപ്പൊ വേണമെങ്കിൽ ചിലപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാണ്. കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളിപ്പോ സഖാവെ മാഷ എന്നൊക്കെ പൊതുവിൽ വിളിക്കാറുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നോ പാർട്ടിക്കാരാവണമെന്നോ ഇല്ല, അതൊരു പൊതുവിൽ ഒരു നല്ല വിളി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും സഖാവെ എന്ന് വിളിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ടോണിലെ ഒരു സംസാരം എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുക? ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ കോമ്രേഡ് എന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭയങ്കര സ്ട്രോങ് ബോണ്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ നേരത്തെ അങ്ങനെ വിളിച്ച് ശീലിച്ചത് കൊണ്ടേ, നമ്മുടെ പരിചയകാലം മുതലേ കോമ്രേഡ് ഇങ്ങനെ ചെയ്യാം. പക്ഷെ എന്ന് പറഞ്ഞല്ല, നമ്മൾ സ്നേഹത്തിലിരിക്കും, നമുക്ക് ഓരോ മൂഡ് അനുസരിച്ചാണ്. ചിലപ്പോ പേരും വിളിക്കും. ഇപ്പോഴും അതെങ്ങനെയാണെന്ന് അറിയാമോ, അത് ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിനിടയിലുണ്ട്. ഭയങ്കര രസമാണ്. ആദ്യം പ്രേമിക്കുന്ന സമയത്ത് കോമ്രേഡ് തന്നെയായിരുന്നു ഏതാണ്ട്, അങ്ങനെ തന്നെയാണ് പോയത്. പിന്നീട് ചേട്ടായി, പിന്നീട് കുറെ കൂടി അങ്ങോട്ട് പോയപ്പോഴേക്കും ഈ ചേട്ടനിൽ നിന്ന് പതുക്കെ പരിവർത്തനം വരുമല്ലോ. നമ്മൾ ഈ പരസ്പരമുള്ള ബന്ധം കുറച്ചുകൂടെ അടുക്കുന്നതോടെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ഔപചാരിക വിളികളിലൊന്നും പിന്നെ പലപ്പോഴും വരാറില്ല. അതാണ് നമ്മളെ കാഴ്ചപ്പാടുകളും മാറുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ്, ഇപ്പൊ നമ്മൾ പേരാണ് അയാൾ എന്നെയും പേര് വിളിക്കുന്നത് തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ. അതങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ എടാന്ന് പറയുന്നത് വിളിക്കാവുന്ന കുറച്ചും കൂടെ ഒരു ബന്ധമുണ്ട് ഇപ്പൊ. ആ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമാകുന്നു എന്നുള്ളത് പോസിറ്റീവായി തന്നെയാണ് കാണുന്നത്. ഇടയ്ക്ക് ഉണ്ണിമായ സംസാരിക്കുന്ന സമയത്ത് ശ്യാം പുഷ്കരനും ഉണ്ണിമായും തമ്മിലുള്ള ബന്ധത്തിൽ പ്രണയം നിലനിർത്തുന്ന ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്, ഭയങ്കര പാടാണ് എന്നാണ് ഉണ്ണിമായ പറഞ്ഞത്. നിങ്ങളുടെ പ്രണയം നിലനിർത്താൻ അത്രയും കഷ്ടപ്പാടുണ്ടോ? നല്ല കഷ്ടപ്പാടാണ്. ആരാണ് ഈ കഷ്ടപ്പെടുന്നത്? അല്ല അങ്ങനല്ലേ, രണ്ടുപേർക്കും കഷ്ടപ്പാടുണ്ടാവും എനിക്ക് തോന്നുന്നത്. ശരിക്കും പ്രണയം നിലനിർത്താൻ ഭയങ്കര കഷ്ടപ്പാടാണ്. നിലനിർത്തുക എന്നുള്ളതല്ലേ അല്ലേ, നമ്മളത് സ്വയം നമ്മളെ തന്നെ. ഞാൻ മുമ്പ് ഇപ്പോഴും വായിച്ചിട്ടുള്ളത് പ്രണയം വിവാഹത്തിന്റെ തുടക്കവും വിവാഹം പ്രണയത്തിന്റെ ഒടുക്കവുമാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയായിരുന്നു ശരിക്കും? അല്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അത് വെച്ചാല് നമ്മൾ എനിക്ക് പൊതുവിൽ തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പ്രണയിക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ കൗതുകം, നമ്മൾ കാണാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് വെച്ചാൽ നമ്മൾ വളരെ രഹസ്യമായിട്ടാണല്ലോ കാണുന്നത്. രസകരമായ കാര്യം, വിവാഹം നമ്മൾ പുറത്ത് പറയുന്നത് വരെ നമ്മുടെ ഈ പറയുന്ന പ്രണയബന്ധം എനിക്ക് അമൃതയ്ക്കും അല്ലാതെ വേറെ ആൾക്കറിയില്ല. അപ്പോൾ അത്ര ഗോപ്യമായി ഈ സാധനത്തെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സുഖവും രസവും ഉണ്ടല്ലോ. വിവാഹം കഴിക്കുന്നതോടെ സത്യം പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡ് അവസാനിക്കല്ലേ. എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ഫസ്റ്റ് ടൈം എന്തായാലും നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു വിവാഹം വരെ എത്തുമ്പോൾ ഒരുപാട് സഖാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോലിക്കോട് കൃഷ്ണൻ നായർ, DK മുരളി, കടകംപള്ളി സുരേന്ദ്രൻ, ഇവരെല്ലാം ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതുവരെ നിങ്ങളാണ് ഒരു ഒറ്റയ്ക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന കാലം ഉണ്ടല്ലോ, ഫസ്റ്റിൽ ആരാ ഇനിഷ്യേറ്റീവ് എടുത്ത് പറയണേ? എന്തായിരുന്നു ഇത്? സത്യം പറഞ്ഞാൽ അതിനെ പ്രണയം എന്നൊക്കെ വിളിക്കാവോന്നൊന്നും എനിക്കറിയില്ല. കാരണം ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ നല്ല ആദ്യം പോലെ അങ്ങനെ അല്ല. ഞങ്ങള് ഈ പറയുന്ന പോലെ തന്നെ നന്നായി പ്രസംഗിക്കുന്ന ഒരാൾ, നല്ലൊരു വായനക്കാരൻ എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ലീഡറായിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ ഭയങ്കര അകൽച്ചയാണ്. പ്രത്യേകിച്ച് എനിക്കൊന്നും അന്ന് ഈ സ്ത്രീകളോടൊന്നും അധികം പെൺകുട്ടികളോടൊന്നും അധികം മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിന്റെ പുറത്താണ്. കോളേജ് കാലഘട്ടത്തിൽ അധികം മിണ്ടാൻ പാടില്ല, ഒരു അകല. നമ്മള് ചിലപ്പോഴൊക്കെ തോന്നിട്ടുണ്ട് എന്തൊരു ജാടയാണ്, ഭയങ്കര നിസ്സാരമായ ഒരു കാര്യം പറയുന്നു, വളരെ ഗൗരവമായ ഒരു ഇൻട്രോയോട് കൂടി കാര്യം പറയുന്നു, എന്നെ പെട്ടെന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ പക്ഷെ അപ്പോഴും നമുക്കൊരു കൗതുകം ഉണ്ടാവും ഈ ആളെ പരിചയപ്പെടാൻ. ഇങ്ങനെ ചോദിക്കുമായിരുന്നോ മറ്റേ ശ്രീനിവാസൻ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ അപ്പൊ പിന്നെ ഒരു കോമ്രേഡ്ഷിപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ജില്ലാ കമ്മിറ്റി എന്റെ ജില്ലയിൽ എന്റെ ലീഡറായി. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കുമല്ലോ. എല്ലാ സംഘടനാ കാര്യങ്ങളാണ്, കോളേജിലെ സംഘടനാ കാര്യങ്ങൾ, പുറത്തെ സംഘടന, ഇങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഒരു വായനയുടെ ഷെയറിങ്, പിന്നെ അല്ലാതുള്ള വർത്തമാനങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ അറിയാൻ ബോണ്ടിങ് വന്നു. അതായത് ഇപ്പം പുള്ളിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയാം. എനിക്ക് തോന്നി ആ സമയത്ത് വേറെ അങ്ങനെ പറയാവുന്ന ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നോ? ഇപ്പോഴെങ്കിലും പറയാം. ഒരുപക്ഷെ എനിക്ക് തോന്നി ഞാനായിരുന്നു തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മുന്തിയ സുഹൃത്ത് അങ്ങനെ പറയാം. ഒരു മുന്തിയ സുഹൃത്തായി ഞാൻ മാറി. അങ്ങനെ ചില വാക്കുകൾ നമ്മളെ രക്ഷിക്കാനുണ്ടാവും. ക്ലിയർ ആണല്ലോ, കള്ളം പറഞ്ഞെന്നുള്ള റിഗ്രറ്റും വേണ്ട. അവര് കേട്ടിട്ടേ അവരും കേൾക്കുന്നുണ്ടാവുമല്ലോ ഇത്. അതെ, അല്ല ഞങ്ങൾക്ക് പരസ്പരം ആ സമയത്തൊക്കെ വേറെ നല്ല സൗഹൃദങ്ങൾ, ഞങ്ങളോട് ഇതിനേക്കാൾ ഒരു പക്ഷേ അടുപ്പമുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പോഴും നമ്മളിങ്ങനെ അടുത്ത് വരികയാണ്. അതായത് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. എന്നിലെ ഹുക്ക് ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാല് ഭയങ്കരമായി നമ്മൾ എൻകറേജ് ചെയ്യും. നമ്മളിൽ ഒരു ചെറിയ കഴിവുണ്ടെന്ന് കണ്ടാൽ
അവരെ പിന്നെ വിടില്ല. അവരെ ആ വഴിയിലേക്ക് എത്തിക്കുന്നവരെ ഞങ്ങളുടെ കൂടെ നിൽക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ എനിക്ക് ചില അധ്യാപകർ, പേരെടുത്ത് പറയാൻ ചില അധ്യാപകർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു പേഴ്സണലി ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ ജേർണലിസം കഴിഞ്ഞ ഉടനെ മാതൃഭൂമി ന്യൂസിന്റെ ഫസ്റ്റ് ബാച്ച് ജേർണലിസ്റ്റായിട്ട് ജോലി കിട്ടിയ ആളാണ്. അപ്പം ഞാൻ ആ ജോലി കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് ഉറപ്പായി എൻ്റെ അച്ഛനൊരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്. എൻ്റെ അച്ഛൻ 45 വർഷം നിന്ന് ജോലി ചെയ്ത പണി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹത്തിലായിരുന്നു ഞാൻ. കാരണം ഞാൻ ജോലിക്ക് പോവുക, അച്ഛൻ റെസ്റ്റ് എടുക്കണം, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഞാൻ ആ ഒരു ലക്ഷ്യം ഉള്ളപ്പോഴും ഞാൻ അച്ഛനോട് പോയി ചോദിക്കുന്നുണ്ട്, അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിട്ടുണ്ട്, അതേസമയം LLM ക്യാരിവട്ടം ക്യാമ്പസ് കിട്ടുന്നുണ്ട്, എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുമ്പോൾ എടാ താനൊരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ട് അവിടെ തീർന്നു പോകേണ്ട കാര്യമേ ഇല്ല, മനസ്സിലായി. അപ്പം ഞാൻ അതെന്താ അതങ്ങനെ. ഇപ്പം ഞാൻ ജേർണലിസ്റ്റ്, അപ്പോൾ പുള്ളി ജേർണലിസ്റ്റ് ആയിരുന്നു, എൻ്റെ കുറേ എക്സാമ്പിൾസ് എനിക്ക് പറഞ്ഞിരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അമൃത നിനക്ക് അതിനേക്കാൾ പൊട്ടൻഷ്യലുണ്ട്, നിനക്ക് PG ചെയ്യൂ, നീ അതുകൂടെ ചെയ്തിട്ടും നിനക്ക് തിരിച്ചു വരണം എന്ന് തോന്നുന്നെങ്കിൽ വന്നാൽ മതി. പക്ഷെ നിനക്ക് സത്യത്തിൽ നമ്മുടെ മറ്റേ ഈ സിനിമയിൽ നിവിൻ പോളിയെ മറ്റേ അജു വർഗീസ് പ്രോത്സാഹിപ്പിക്കുന്നവരെ നിന്നെ കൊണ്ട് സൂപ്പറാണ് എന്ന് പറഞ്ഞ് പറ്റും വെക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ഇയാൾ നമ്മളിങ്ങനെ മാക്സിമം തള്ളി. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പ്രണയമായെങ്കിൽ ആ മൊമെന്റുകളിലും ആ പോയിന്റുകളിലും ആയിരിക്കും. ഈ ബുദ്ധിജീവി വിശദീകരണം ഞാൻ എടുക്കുന്നില്ല. അയ്യോ ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പറഞ്ഞു. ഞാൻ ഇതിനോട് കറക്റ്റ് പറയാം. ഇതിനകത്ത് എനിക്ക് അതൊരു ഇത് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. ഇത് ഇയാളുടെ കാര്യത്തിലല്ല, ആരുടെ കാര്യത്തിലായാലും ഒരു കഴിവുള്ള ഒരാളെ ആ നിലയിൽ പ്രൊമോട്ട് ചെയ്യുക, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതെനിക്ക് ഭയങ്കര നമ്മളില്ലെങ്കിലും ചെയ്യുമല്ലോ, കംഫർട്ടബിൾ ആയ ഒരു ഏരിയ. നമ്മളിങ്ങനെ പിടിച്ചു ഇപ്പൊ നമ്മള് പോകുന്നില്ല എന്ന് വെച്ചോ, പോയോ അത് പോയോ, ആ അഡ്മിഷൻ എടുത്തോ, അത് പഠിച്ചോ, അത് അത് എന്റെ തന്നെ ഒരു കാര്യമായിട്ട് കരുത്. അത് അതിലൊരു പ്രത്യേക ശ്രദ്ധയായിരുന്നു. അല്ല, അത് ഇയാളുടെ മാത്രമല്ല, അത് ഇയാളുടെ മാത്രമല്ല, ഇന്ത്യയുടെ ഇയാളുടെ. ഇപ്പൊ ഇയാൾക്കത് കുക്ക് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. ഇയാളുടെ കാര്യത്തിൽ ഞാനൊരു ദിവസം വെഞ്ഞാറമൂട്ടിൽ നിന്ന് ബസ്സിലാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. അന്നൊക്കെ ബസ്സിലന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബസ്സിന് നല്ല തിരക്കുള്ള ബസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, SFI ലീഡറാണെന്നറിയാം, SFI അല്ല, നിങ്ങളുടെ കൂടെയുള്ള അമൃതയുടെ അധ്യാപകനാണ് ഞാൻ. നൈസാം എന്ന് പറഞ്ഞ സാറാണ്, നൈസാം സാർ അമൃതയുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനാണ്. നൈസാം സാർ ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിയാണ് അല്ലേ? ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി ആയിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ജോലിയാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ അല്ല, അയാൾ സിവിൽ സർവീസിന് അയാൾക്ക് സാധിക്കുന്ന ആളാണ്. നൈസാം സാർ സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഈ കോമൺ സ്റ്റഡി സർക്കിളുകളിലൊക്കെ ജൂനിയറായിട്ട് ഇയാളുണ്ട്. നൈസാമിനെ നേരത്തെ അറിയാൻ തോന്നുന്നു, വെച്ചാൽ നേരത്തെ തന്നെ അധ്യാപകനായിരുന്നു. അപ്പോൾ എന്നോട് പുള്ളി അങ്ങോട്ട് ബസ്സിൽ നിന്നിട്ട് വലുതായിട്ട് ഇയാളെക്കുറിച്ച്, എനിക്ക് ഇയാൾ അങ്ങനെ ഒരു സ്റ്റുഡിയസ് എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലില്ല. പഠിക്കും, നന്നായി പഠിക്കുന്ന കുട്ടി എന്തേ ഉള്ളൂ, അതിനപ്പുറത്ത് ഒരു പൊട്ടൻഷ്യലുള്ള ആളാണെന്ന ആദ്യത്തെ ഇൻപുട്ട് എനിക്ക് തരുന്നത് ആ ബസ്സിൽ വെച്ച് നൈസാം സാറാണ്. അന്ന് ഞാൻ ഇയാളോട് സംസാരിക്കുകയാണ്, ഇയാളെ കൊണ്ട് ഇത് പറ്റുമല്ലോ, നിങ്ങളെന്താ ചെയ്യാത്തത്? പിന്നെ ഞാൻ അത് പിന്നെ ഇയാളുടെ ആവശ്യമല്ല, എൻ്റെ ഒരു ആവശ്യം പോലെ ഇങ്ങനെ നിൽക്കും. അതൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞാൽ ഞാൻ ഇതൊരു അയാൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്നെ കാണാൻ കൊള്ളാന്നുള്ള എനിക്കിഷ്ടപ്പെട്ടൊരു കൊച്ച്. എനിക്കങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. 5 പേരെടുത്തുണ്ട്, പിന്നെ ഒരു 10 വൺ വേ. അതല്ല 2 വേ 5 സ്ട്രോങ്. വൺ വേ എല്ലാം സ്വാഭാവികല്ലേ, സ്വാഭാവികല്ലേ. ഒരിക്കലും പ്രണയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രണയിക്കുകയും അതിനുശേഷം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറയാറുണ്ട്. പിന്നെ നമ്മുടെ പ്രണയം അറിയാതെ പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കൗമാരം. ഞാൻ പറയട്ടെ, ഞാൻ വിചാരിച്ചു എന്നെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതേസമയം ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. പക്ഷെ ഒപ്പം കൂടിയത് അമൃത എടുത്താണ്. പക്ഷെ എങ്കിലും നിങ്ങൾ രക്തത്തെ തിരിച്ചറിയുന്നത് എപ്പോഴായിരുന്നു? അതെ, നമ്മൾ ഭയങ്കര സൗഹൃദമാണ്. ഞങ്ങളിങ്ങനെ എല്ലാം പറയാവുന്ന തുറന്നു പോകുന്ന. അപ്പോൾ 2011 അതിനിടയിലാണ് ഞാൻ വർക്കലയിൽ മത്സരിക്കുന്നു നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോഴും നമ്മൾ വിവാഹത്തിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചിരുന്നില്ല. നല്ല സൗഹൃദമാണ്, ഒരു തിക് ഫ്രണ്ടാണ്. അങ്ങനെ മുമ്പോട്ട് പോകായിരുന്നു. പിന്നീട് പോയപ്പോട്ട് രസകരമായ കാര്യം, ഇയാൾ എനിക്ക് വേണ്ടിയും കല്യാണം ആലോചിക്കുന്നുണ്ടല്ലേ. എനിക്ക് വേറെ വിവാഹാലോചനകൾ തകൃതിയായി വരികയും ചെയ്യുന്നു. അപ്പോൾ ഒരു വിവാഹാലോചന ഏതാണ്ട് അയക്കുമെന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പാർട്ടി ലീഡറാണ് കൊല്ലിക്കുടി സോണിനെ
വിളിച്ചിട്ട് വരണം കാണണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത്. പെൺകുട്ടിയുടെ ആളുകൾ പോയി MLA കണ്ട് സംസാരിച്ച കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു ആലോചനയൊക്കെ വരുമ്പോൾ കുറച്ച് സീരിയസ് ആവുന്നത് മനസ്സിലായപ്പോൾ എന്തോ ഒരു രക്തത്തെ തിരിച്ചറിയാൻ അവിടെ ഒരു ഫീൽ ഉണ്ടായി. അവിടെ ഒരു ഫീൽ ഉണ്ടായി. അവിടെയാണ് വിവാഹം കഴിക്കേണ്ടതുണ്ടെന്നൊരു ഫീൽ വരുന്നത്. അതുവരെ വളരെ തിക് ഫ്രണ്ട്സ് ആണ്, എന്തും തുറന്ന് പറയാവുന്ന. എൻ്റെ ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട് എന്നുള്ള നിലയിലേക്ക് വന്നത്. അയാൾക്കും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. അല്ല, അമൃത നെഞ്ചിൻ മീതെയാണോ ഈ നാഷണലൊക്കെ നടത്തിയത്? റിയൽ ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഫീൽ വന്നത്. എന്റെ കോളേജിൽ എന്റെ സീനിയറായി പഠിച്ചവര്, അതുപോലെ എനിക്ക് വളരെ അടുത്ത് നന്നായി അറിയാവുന്ന ഒക്കെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, അതെ അങ്ങനെയായിരുന്നു നോക്കിയത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എനിക്ക് ഉതകുന്ന ആളുകളെയൊക്കെ ഇയാൾ നോക്കുന്നു. കാരണം എനിക്ക് കുറച്ച് അറിയാം എന്തൊക്കെയാണ് ഒരു ടേസ്റ്റ്, എങ്ങനെയാണ്, എന്താണ് ചേരുന്നൊരു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് എന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇയാളെ പോയി നോക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയി തന്നെയായിരുന്നു. അപ്പൊ ഇത് പക്ഷേ ഇത് നടക്കും എന്ന, അല്ലെങ്കിൽ ആ നിലയിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പരസ്പരം റിയലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ചലഞ്ചുകൾ വളരെ വലുതല്ലേ. അല്ല, അത് എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം നമ്മൾ ഇരുന്നു അത് ഫുൾ നമുക്കങ്ങോട്ട് പറ്റുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് വിവാഹം കഴിച്ചു പോകുമ്പോൾ നമ്മൾ പിന്നെ ഇതുവരെ നമ്മൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്നു, നമ്മുടെ സ്വകാര്യമായി നമ്മൾ സംസാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിൾ ആയ ഒരു കാര്യം വിശ്വസിച്ച് പറയാവുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ നിൽക്കുന്നു. പക്ഷേ ഈ വിവാഹം ഇങ്ങനെ വന്നു പറയുമ്പോൾ നമുക്ക് ആ ഫീൽ പറയാൻ അറിയത്തില്ല. പിന്നെ നമ്മളുടെ ഈ ഒരു കംഫർട്ടബിൾ സോൺ നഷ്ടപ്പെടുകയാണല്ലോ നമുക്ക്. പിന്നെ ഇനി ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ, അയാൾക്ക് വേറൊരാളെ കിട്ടുന്നു, എനിക്ക് വേറൊരാളെ കിട്ടുന്നുവെങ്കിലും അങ്ങനെ നമുക്ക് ഇതങ്ങ് തുടർന്നുകൂടെ എന്നുള്ളതായി. അപ്പൊ നമുക്ക് ഇത് തുടർന്നുകൂടെ. ഇയാളുടെ അച്ഛൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഉമ്മ ഒറ്റയ്ക്കാണ്. ഞങ്ങൾ 2 രക്ഷകർത്താക്കൾക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ അവരെ ആ സെൻറ്റിമെൻറ്റ്സിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? രണ്ടും സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരാണ്. എൻ്റെ ഉമ്മയാണെങ്കിൽ നല്ല റിലീജിയസ് ആണ്, അങ്ങേയറ്റത്തെ റിലീജിയസ് ആണ്. ഞാൻ അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ്. എൻ്റെ സഹോദരിമാർ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, ഇതെല്ലാം ഇവരെയൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കും എന്നതൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് വന്ന്, അതിനെല്ലാം വളരെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കുകയും ഇങ്ങനൊരു സാഹചര്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വിവാഹത്തിലേക്ക് തന്നെ പോകാം. ഒടുവിൽ ഒരു പാർട്ടി കല്യാണം, എന്താ പറയുക. പക്ഷെ അതിലെനിക്ക് ഞങ്ങൾക്ക് അഭിമാനകരമായൊരു കാര്യം പറയാനുള്ളത്, ഇന്റർ റിലീജിയസ് മാരേജ് സാധാരണഗതിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒളിച്ചോട്ടം എന്നുള്ളൊരു സാധനം, രണ്ടാമെന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ്, അറിഞ്ഞുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒരു വിവാഹം. ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമുണ്ടല്ലോ. വിവാഹം ഉറപ്പിക്കുക, വാക്ക് പറഞ്ഞുറപ്പിക്കുക. അതെങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കാര്യത്തിൽ നടന്നത്. അതായത് എൻ്റെ ബന്ധുക്കൾ, എനിക്ക് ഇതല്ല അല്ലാതൊരു ആലോചനയാണ് വന്നിരുന്നതെങ്കിൽ അത്തരമൊരു ഉറപ്പിക്കൽ ചടങ്ങിൽ ആരൊക്കെ വരുമോ അവരെല്ലാവരും, എൻ്റെ മുഴുവൻ ബന്ധുക്കളും അമൃതയുടെ വീട്ടിലേക്ക് വരുന്നു. അമൃതയുടെ വീട്ടിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ആരെല്ലാം വരുമോ അവർ മുഴുവൻ പേരും, ബന്ധുക്കൾ ഉറ്റവരെല്ലാവരും അവിടെയുണ്ട്. പാർട്ടി നേതാക്കളുണ്ട്. അത് തീർച്ചയായിട്ടും അത് അല്ലാതൊരു സോക്കോൾഡ് വിവാഹത്തിലാണെങ്കിലും, സാധാരണ ഗതിയിലുള്ള വിവാഹത്തിലാണെങ്കിലും, കൺവെൻഷണൽ വിവാഹത്തിലാണെങ്കിലും അതിൽ വരും. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു, എനിക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത് കല്യാണം എത്തിയില്ലല്ലോ, കല്യാണം പിന്നെയാണല്ലോ. അതിൽ വെച്ചാണ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്, എങ്ങനെ കല്യാണം വേണം എന്നെല്ലാം തന്നെ പരസ്പരം ആലോചിക്കുകയൊക്കെ ചെയ്യുന്നൊരു അവിടെയാണ്. അതിൽ വളരെ ഗംഭീരമായൊരു സെക്കുലർ പ്ലാറ്റ്ഫോം ആയിരുന്നു അതെന്നുള്ളതാണ്. DYFI പോലൊരു പ്രസ്ഥാനമൊക്കെ സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻപ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയോ എന്ന് നമ്മൾ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ ഒബ്സർവേഷനാണ്, മറ്റൊരു അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഈ പറയുന്ന വ്യക്തിപരമായി നമ്മൾ ഉണ്ടാക്കിയ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു സാധ്യത, ഈ സാധ്യതയെ നമുക്ക് ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഇതൊക്കെ പടർത്താൻ ആഗ്രഹം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരല്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ നേരിടുന്നുണ്ടാവും. ഇപ്പോൾ കുട്ടികൾ പോലും ചിലപ്പോൾ ചിലയിടത്തെങ്കിലും ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ സ്ട്രെസ്സായിട്ട് പരുവപ്പെടാൻ സാധ്യതയുള്ള. ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സമൂഹം തന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നിങ്ങൾ അങ്ങനെ ഇതിന് ശേഷം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, യഥാർത്ഥത്തിൽ താങ്കളുടെ ഒബ്സർവേഷൻ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. വ്യത്യസ്ത അഭിപ്രായം തന്നെയാണ് ഉള്ളത്. കാരണം നമ്മൾ DYFIയോ CPMോ എന്തെങ്കിലും ഒരിക്കൽ ഇത്തരം ഒരു ക്യാമ്പയിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടില്ല, ഒരു കാലത്തും ചെയ്തിരുന്നില്ല. ഇതൊരു അവബോധത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഈ രണ്ടുപേർ തമ്മിൽ ജീവിക്കാൻ മതം ഒരു പ്രശ്നമല്ല, രണ്ടുപേർ തമ്മിലുള്ള മാനസികമായ ഐക്യം മാത്രം മതി എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരുന്ന ട്രാൻസ്ഫോർമേഷനാണ്. അത് തീർച്ചയായും
ഉണ്ടായതുകൊണ്ടാണ് എനിക്കും ഇയാൾക്കും അത് സാധിച്ചത്. സമൂഹം ചെറുതല്ല, വലിയ ശക്തിയാണ്. അപ്പോൾ തീർച്ചയായും ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വേണ്ടി ശ്രമകരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ യോജിക്കണമെന്ന് ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് കുറേ ഗ്രേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആസ് ഓഫ് നൗ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. ഇതിലൂടെ ഞങ്ങളുടെ ഈ ലൈഫ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് എപ്പോഴും പറയുന്നവരാണ് ഞങ്ങൾ. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങ് കുട്ടികളെക്കുറിച്ച് ചോദിച്ചു. സാധാരണ ഇത്തരം വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകളുടെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ ഏത് മതത്തിൽ വളർത്തും. അതിൽ ഇത്തരം വിവാഹത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചാണ് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളെ കാര്യത്തിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളാണുള്ളത്. രണ്ട് കുട്ടികൾക്കും ഞങ്ങൾ ഒരു മതം അവരുടെ പേരിൻ്റെ കള്ളിയിൽ എഴുതി വയ്ക്കുന്നില്ല. അവർക്ക് നാളെ എന്തെങ്കിലും ഒരിക്കൽ അവർക്ക് ഇഷ്ടപ്പെട്ട മതം അവർക്ക് സ്വീകരിക്കാം. അത് ഇസ്ലാമായിരിക്കാം, ഹിന്ദുവായിരിക്കാം, ക്രിസ്ത്യനായിരിക്കാം, മറ്റേതെങ്കിലും ഒരു മതമായിരിക്കാം. ഇനി എത്തീസ്റ്റ് ആവണമെങ്കിലും അത് അവരുടെ ചോയ്സാണ്. അപ് ടു ദം. ഞങ്ങളൊന്നും ഇമ്പോസ് ചെയ്യില്ല. ഞാനോ അമൃതയോ ഏതെങ്കിലും എൻ്റെയോ ഇയാളുടെയോ മതപരിസരങ്ങളെ പഠിപ്പിക്കുകയുമില്ല. മീൻസ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിലാകട്ടെ മതപഠനത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കത്തുമില്ല. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ജെന്റിൽ കരാറാണ്. അത് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അതും ഞങ്ങളെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് വീട്ടിൽ വെച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലാകാം. അമൃതയുടെ അച്ഛൻ എന്നോടൊപ്പമാണ്, ഞങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഒരു മുറി അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണൽ സ്പേസിൽ പൂജാ സ്പേസ് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫ്രീഡമാണ്. അതിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത്. ഇനി തിരിച്ച് എൻ്റെ ഉമ്മയുടെ ഉമ്മ ഹൈലി റിലീജിയസ് ആണ്. എൻ്റെ ബന്ധുക്കളെല്ലാവരും ഹൈലി റിലീജിയസ് ആണ്, സഹോദരങ്ങളാകട്ടെ എല്ലാവരും. അവർക്കിടയിൽ അമൃത എത്രയോ വളരെ തിക്കായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് വിവിധ ചടങ്ങുകളിൽ. ഉമ്മയുടെ ആയിട്ടാണെങ്കിൽ ഉമ്മയുടെ ഒരുമിച്ച് ജീവിക്കുന്നത്, ഒഫീസിൽ ഒരുമിച്ച് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, ഒരുപാട് ഒക്കേഷൻസിൽ ഇവൻറ്റുകളിലൊക്കെ മതപരമായ കൂടിയുള്ള ഇവൻറ്റുകൾ, ഉമ്മയുടെ മരണത്തിനോടനുബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് ഉമ്മയുടെ വിശ്വാസമായിരുന്നല്ലോ. അപ്പോൾ ആ വിശ്വാസ പരിസരങ്ങളിൽ ഇയാൾക്കും ഡിസ്കംഫർട്ടല്ലോ. നേരത്തെ ചോദിച്ചത് ഒരു രാഷ്ട്രീയ ചോദ്യമാണെങ്കിലേ, ഇനിയിപ്പോൾ എല്ലാവരെയും പിടിച്ച് ഇന്റർ റിലീജിയസ്ലിയോ ഇന്റർ കാസ്റ്റ് വൈസോ അല്ലോ അങ്ങനെയോ വിവാഹം കഴിപ്പിക്കുക എന്നതല്ല അജണ്ട. രണ്ട് മനുഷ്യരെ സ്നേഹിച്ചു പോയാൽ പിന്നെ അതിന് മതമോ ജാതിയോ അതൊന്നും പ്രശ്നമാകരുത്. അതേ ഉള്ളൂ നിലപാട്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്നതോ നമ്മൾ കാണുന്നതുമായ മനുഷ്യരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണല്ലോ. ചിലരൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. ചില ആളുകളെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഒരു വേ ഒന്നും അല്ല അത്. അതിനൊരുപാട് കാരണം എന്ന് വെച്ചാൽ ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അതിന് ഒരു ബോധപൂർവമായിട്ട് നമ്മൾ ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു പ്രസംഗം, അതാണ് ഒരു പക്ഷേ ഒരു നമുക്കിപ്പോൾ ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതെ, അതാണ് പിന്നീട് വന്ന് ടെലിവിഷനിൽ ഇങ്ങനെ പാറിപ്പറക്കാനും ഡിബേറ്റുകളിൽ സജീവമായിട്ട് ഇടപെടാനും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു കരിയറിലെ ഒരു ഗ്രാഫ് അങ്ങനെ ഡീവിയേറ്റ് ചെയ്യാനും കാരണം അതായിട്ട് കണ്ടൂടെ? ശരിക്കും തീർച്ചയായിട്ടും അതാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പല മനുഷ്യരും അവരുടെ കഴിവുകൾ അറിയാതെയാണ് മരിച്ചു പോകുന്നതെന്നാണ്. വളരെ യാദൃച്ഛികമായിട്ടുണ്ടായ ഇൻസിഡൻറ്റിൽ നിന്നാണ് എനിക്ക് പ്രസംഗിക്കാൻ കഴിയും എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ നിന്ന് രൂപപ്പെടുകയും പിന്നെ ക്ലാസ് ക്യാമ്പയിനുകളിൽ ഒരു നിർണായകമായി റോളാവുകയും SFI എന്നതിലേക്ക് കൂടുതൽ നമ്മൾ എൻഗേജ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടാണ് പിന്നെ പൊതുവേദിയിലേക്ക് പിന്നെ വരുന്നത് പിന്നെ രസകരമായ യാദൃച്ഛികതയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന അനൗൺസ്മെൻറ്റായി മാറി. അപ്പോൾ അനൗൺസ്മെൻറ്റ് തന്നെ ഇറ്റ്സെൽഫ് പ്രസംഗം എന്ന നിലയിലാണ് പോകുന്നത്. ഞാൻ തന്നെ പൊളിറ്റിക്കലി സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കാൽപ്പനികതയൊക്കെ ചേർത്ത് അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രൊഫസർ R രമേശൻ നായർ സാർ നയിക്കുന്നൊരു ജാഥ, കാൽനട ജാഥ, പൈലറ്റ് അനൗൺസർ ഞാനാണ്. അപ്പോൾ ഒരിടത്ത് എത്തിയപ്പോഴേക്കും സാറ് കേൾക്കുന്നുണ്ട്, പിറകിൽ നിന്ന് നടന്നു വരുമ്പോൾ കേൾക്കാമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അനൗൺസ് ചെയ്തതൊക്കെ പ്രസംഗിച്ചാൽ മതി, അടുത്ത സ്ഥലത്ത് നീ അങ്ങ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പൊതുവേദിയിൽ എൻ്റെ ആദ്യത്തെ പ്രസംഗം
അവിടെയാണ്. പിന്നെ പുറകിലാണെങ്കിൽ ക്ലാസ് മുറിയിൽ പ്രസംഗിച്ച് പ്രസംഗത്തോടുള്ള സഭാകമ്പം കഴിയുകയും ചെയ്തല്ലോ. അന്വേഷണത്തിന് എനിക്ക് ഭയങ്കര പാഷനായിരുന്നു അന്ന് കാസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് മറ്റു പല സ്ഥാപനങ്ങൾ നമ്മളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ വെഞ്ഞാറമൂട് അങ്ങനെ ഒരു പരിസരം ഉണ്ടായിരുന്നു. ഭീമ സൗണ്ട്സ് ഞങ്ങൾക്കെല്ലാം മുമ്പും ഞങ്ങളുടെ കാലത്തൊക്കെ സുരാജൻ അന്ന് അവിടെ വന്നിരുന്നു. ഭീമ സൗണ്ട്സിലെ അബൂക്ക മരിച്ചു ഈ അടുത്ത കാലത്ത്. അബൂക്കായുടെ ഭീമ സൗണ്ട്സ് ഉണ്ട്. ഭീമ സൗണ്ട്സിൽ ചെറിയ മുറിയാണ്. ആ മുറിക്കകത്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്യുന്ന ഇത്രയും സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഈ പഴയ സിസ്റ്റത്തിലാണ്, സ്റ്റീരിയോ സിസ്റ്റത്തിലാണ്. ഇത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ പുള്ളി നന്നായിട്ട് ഈ ലൈവായിട്ടും റെക്കോർഡ് ചെയ്തിട്ടും സുരാജനെ നന്നായിട്ട് ഫീമെയിൽ വോയിസിൽ പറയും. അപ്പോൾ അന്നൊക്കെ അവിടെയുള്ള വെഞ്ഞാറമൂട് മുണ്ടക്കൽ ഗാർമെൻറ്റ്സ്, അപ്പൂസ് ഗാർമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട വെഞ്ഞാറമൂടിലെ കച്ചവട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ ഓണം സമയത്തും അല്ലാതെയൊക്കെയുള്ള കൊമേഴ്സ്യൽ അനൗൺസ്മെൻറ്റുകൾ സുരാജൻ നന്നായി ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. സുരാജനായിരുന്നു അതിൻ്റെ ഒരു പയനിയർ. പിന്നെ മറ്റൊരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ക്രമേണ ഞാൻ അല്ലാതുള്ള അനൗൺസ്മെൻറ്റും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ അനൗൺസ്മെൻറ്റിന് പുറമേ തന്നെ ശബ്ദം കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അന്ന് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അനൗൺസർ എന്നതിൽ നിന്നാണ് പബ്ലിക് സ്പീക്കറിലേക്ക് വരുന്നത്. പബ്ലിക് സ്പീക്കറായി പിന്നീട് പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ നമ്മുടെ കഴിവ് ഇതാണ്, നമ്മുടെ മേഖല ഇതാണ് എന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഒരു പൂർണ്ണസമയ പൊളിറ്റീഷ്യനാണ് എന്ന നിലയിലേക്ക് വന്നതും ശ്രദ്ധിക്കപ്പെട്ടതും. അങ്ങനെ കൂട്ടത്തിൽ ശ്രദ്ധിച്ച ഒരാളൂടെ ഉണ്ട്. അമൃതയെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരിടം എന്ന് പറയുന്ന ഒരു സ്പേസ് നിങ്ങളുടെ വീട്ടിൽ ഒരിടം ഒരുക്കിയിട്ടുണ്ട് എന്ന് അമൃത പറയുകയാണ്. അത് ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റിന് അപ്പുറത്തേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അമൃതയുടെ മനസ്സുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ എന്ന് തോന്നി. അതെ, ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് കേൾക്കാനൊരിടം എന്നാ എന്റെ പേര്. എന്റെ വീടിന്റെ പേര് ഇവിടം എന്നാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എന്താ പറയുക, അത് വളരെ ചൂസ് ചെയ്തെടുത്ത പേരുകളാണ്. ഇവിടത്തിൽ ഒരിടം. അതായത് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് ഭയങ്കരമായി എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മളുമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നമ്മളൊരിടത്ത് നമ്മൾ രണ്ടുപേരും കൂടി താമസിക്കുന്ന ഒരിടത്ത് നമ്മളുടേതല്ലാതെ ആർക്കും വരാവുന്ന ഒരു സ്പേസ് കൂടെ വേണം അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ യഥാർത്ഥത്തിൽ വീടുകൾ നോക്കി നടക്കുമ്പോഴൊക്കെ നമുക്കൊരു കുറച്ചിത്തിരി ഞങ്ങൾ ഈ സ്പേസ് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് വലിയ ബെഡ്റൂമോ വലിയ സൗകര്യങ്ങളോ എന്നുള്ളതല്ല. കോമൺ ഇടങ്ങളാണ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കൂട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള പ്രൈവറ്റ് സ്പേസസ് കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ കോമൺ ആയ ഇടങ്ങൾ. അപ്പോൾ അതിലൊരിടം ആർക്കും, എൻ്റെ വീട് എന്നുള്ളത് ടൈറ്റിൽ മാത്രമാണ്, പക്ഷെ അവിടെ എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലം. അതിൽ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ എന്നെ റിയലൈസ് ചെയ്തതാണ്, ഞാനിങ്ങനെ ഈ കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുമ്പോൾ വേറൊന്നും ചിന്തിച്ചിരുന്നില്ല. എൻ്റെ ഒരുപാട് കാലത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ മനുഷ്യരെ കേൾക്കുക എന്നുള്ളത്. ഞാനത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനുള്ളൊരു ശേഷിയുണ്ട്. എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഒരു മനുഷ്യനെ ഇരുന്ന് കേൾക്കാൻ പറ്റും. നിങ്ങൾ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് രണ്ട് പേരെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു 10-11 വയസ്സിലെ എൻ്റെ അമ്മ മരിക്കുന്നത്. അച്ഛൻ ഞങ്ങളെയും എൻ്റെ അനിയനെയും വളർത്തിയത് അച്ഛനാണ്. പക്ഷേ അച്ഛനുണ്ട്, അച്ഛൻ വളരെ മിടുക്കനായിട്ട് ഒരു അമ്മയുടെ അച്ഛൻ്റെയൊക്കെ റോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിലും ആ ആള്, ഞങ്ങൾ 3 പേരുള്ള വീട്ടിനകത്ത് ഞാൻ വല്ലാതെ എനിക്ക് മനസ്സുകൊണ്ട് ഒറ്റപ്പെടൽ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രീ ആയി നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ അമ്മ ഇല്ലാത്തൊരു വീട്ടിലോട്ട് നിങ്ങളിങ്ങനെ കയറി, അച്ഛനും രാത്രിയിലേ വരുള്ളൂ, പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ, അപ്പോൾ വളരെ രാത്രിയിലേ വരുള്ളൂ. ചെല്ലുന്ന വീട്ടിൽ നിങ്ങൾക്ക് മിണ്ടാൻ ആരുമില്ല, നിങ്ങൾക്ക് അന്ന് നടന്നൊരു കാര്യങ്ങളൊന്നും പറയാൻ ആരുമില്ലാത്തൊരു കൊച്ചു കുട്ടിയുടെ വീട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ വീട് ലിറ്ററലി അതായിരുന്നു. ലിറ്ററലി വീടും ബാക്കി വേറൊന്നും ബുദ്ധിമുട്ടുകളില്ലെങ്കിലും ചെല്ലുമ്പോൾ മിണ്ടാൻ ആരുമില്ല. ഇതെനിക്ക് തോന്നുന്ന എൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ കിടന്നിട്ടുണ്ടാവണം. പിന്നെ ഈ നമ്മൾ തമ്മിലുള്ള സൗഹൃദം എനിക്കുണ്ടായിട്ട് വളരെ ചുരുക്കം സൗഹൃദങ്ങളെ എനിക്കുള്ളൂ. അതൊക്കെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ എനിക്ക് മിണ്ടാൻ എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് മിണ്ടാൻ ഇഷ്ടമായിരുന്ന സമയത്തൊന്നും എന്നെ കേൾക്കാൻ ആളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് എന്തുകൊണ്ട് കേട്ടുകൂടാ, എനിക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ 1-2 പേരെയൊക്കെ കേട്ടു. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സൈക്കോളജിസ്റ്റ് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു റെമഡി തരാൻ പാകപ്പെട്ട ആളല്ല ഞാൻ. എനിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷെ എനിക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗമാകാനോ പറ്റുന്നുള്ളതുകൊണ്ടാണ് ആ സ്പേസ് അങ്ങനെ തുടങ്ങിയത്. കേൾക്കൽ വലിയൊരു പരിപാടിയാണ്. പരിപാടിയല്ല. അങ്ങനെ കേട്ടതിലൊരാളാണ് ഈ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നന്നായി കേട്ടു. കാരണം എനിക്ക് വന്ന് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ
വേറൊരു ലൈഫാണല്ലോ. SFIയിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും എന്നെ റിലീസ് ചെയ്യാനും എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനും ഒക്കെ പറ്റുന്ന ഒരാൾ ആ സ്പേസായിരുന്നു. ആ സ്പേസ് നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മെൻറ്ററിങ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ, ഇത് എന്നെ ഹുക്ക് ചെയ്തൊരു ഘടകമായിരുന്നു. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന കാര്യം രജനീഷ് ചോദിച്ചു. തീർച്ചയായിട്ടും അത് അമൃതയുടെ വലിയൊരു സ്വപ്നമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാണ് ഇങ്ങനൊരു സ്ഥലം, രസകരമായൊരു സ്പേസ് നഗരത്തിലെവിടെയെങ്കിലും. അപ്പോൾ അവിടെ കുട്ടികളെ കൊണ്ടുവരാം. അപ്പോൾ അവിടെ ഗാഡ്ജറ്റുകളുണ്ടാവില്ല, ഗാഡ്ജറ്റുകളൊന്നും ഇല്ലാതെ അതിനകത്ത് വരാം. എന്നിട്ട് അതിനകത്ത് അവിടെ ഫിസിക്കലി എൻഗേജ് ചെയ്യാം, പരസ്പരം ഇരിക്കാം. കുട്ടികൾക്കൊക്കെ തന്നെ കേൾക്കാൻ ആളുകളില്ലല്ലോ. കുട്ടികൾക്ക് വന്ന് ഇയാളോട് സംസാരിക്കാം, അവരോട് കളിക്കാം, അവർക്ക് കളിക്കാനൊരു അതേ സമയം തന്നെ ഈ പാരന്റിന്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനം അങ്ങനെയൊക്കെയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് കുറേ സമയം കൊടുക്കാം, പിന്നെ അതേ സമയം തന്നെ ഈ പാരന്റ്സിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കേൾക്കാനായിട്ട് അവിടെ വേറൊരു സ്പേസ് ഉണ്ടാവാം. അപ്പം ഞാനിത് ക്ലബ് ചെയ്തൊക്കെ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് നമ്മൾ അതൊക്കെ നോക്കി, സയന്റിഫിക്കായി ഇതിനെ നോക്കി അത് ഫീസിബിൾ ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി, നല്ല പൊട്ടൻഷ്യൽ ആണെന്ന് മനസ്സിലാക്കി. പക്ഷേ അതിലേക്ക് പോകുമ്പോഴേ പൂർണ്ണമായിട്ടും ഇയാൾ ഫിസിക്കലി മെൻ്റലി അവിടെ ഉണ്ടാകണം. പിന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് നഗരത്തിലൊരു വീട് അല്ലെങ്കിൽ ഇതുപോലൊരു ഒഴിഞ്ഞ സ്ഥലം, ഇതിനെ പറ്റിയൊരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു തുകയാണ്. അപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ മാത്രമല്ല ഇയാളുടെ ഏണിങ്സ്, ഇയാൾക്ക് പോകാൻ ഇയാളുടെ ഏരിയയിൽ ഒരുപാട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയില്ലേ, അപ്പോൾ കുറേ ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. PhD കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് കരിയറിൽ പെട്ടെന്ന് ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ത്രൂ ആവണം. അപ്പോൾ നേരെ അത്തരം സാധ്യതകളിലേക്ക് ഞങ്ങൾ പോയി. പക്ഷേ അനൗപചാരികമായി ഈ പറയുന്നൊരു പ്രക്രിയ ഇയാൾക്ക് താല്പര്യമാണ്, പാഷനാണ്, നടക്കുന്നത് നല്ലതുമാണ്. റഹീമിൻ്റെ തിരക്ക് വലിയ തിരക്കാണ്. പക്ഷേ തിരക്കുകൾക്കിടയിലും ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ അമൃതയുടെ കൂടെ നിൽക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു അത് സാധാരണഗതിയിൽ സാധിക്കാത്തതാണ്. നമ്മൾ മാനേജ് ചെയ്യാനാണ് ശ്രമിക്കുക, വേറൊരാളെ നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അത് ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പല്ലേ? നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് കൂടെ ആയിട്ടില്ലേ? അതിനെ പിന്നീട് വ്യാഖ്യാനിച്ചപ്പോൾ എങ്ങനെയാണ് അമൃതയ്ക്ക് തോന്നിയത്? നേരത്തെ നമ്മൾ ചോദിച്ചില്ലേ നിങ്ങൾ എങ്ങനെയാണ് പ്രണയിച്ചത്, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ശരിക്കും ഇപ്പോഴാണ് കുറച്ചും കൂടെ പ്രണയിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾക്കും ഈ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ അവസാനിച്ചു. കാരണം വെച്ചാൽ വിളിക്കാനോ മിണ്ടാനോ ഒന്നും പലപ്പോഴും സമയം കിട്ടാതെ അങ്ങനെ ഒരു പോയിക്കൊണ്ടിരുന്ന ലൈഫായിരുന്നു. കുഞ്ഞുങ്ങളായി, അതിൻ്റെ തിരക്കുണ്ട്, ജീവിതത്തിൻ്റെ പ്രയാസം, അങ്ങനെയൊക്കെ അങ്ങ് പോയി. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ക്രൈസിസ് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും എനിക്കിവരെ ഒന്നും ഓർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പിന്നെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനിതൊന്നും അറിയണ്ട അല്ലേ, ഞാനിതൊന്നും അറിയണ്ട. പക്ഷെ ഇവരൊക്കെ എന്തുമാത്രം അത് സഫർ ചെയ്യാൻ വിഷമിച്ചിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും ഒരു വലിയ പരാതിക്കാരിയായിരുന്നു. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയപ്പോൾ പോലും ഒറ്റയ്ക്ക് പോയിട്ട് ഞാനെപ്പോഴും പറയും, ഞാൻ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് പോകുന്നൊരു ദിവസം അല്ലേ, രണ്ടാമത്തെ ആളുടെ അപ്പം എന്നോട് പറയും ചിലപ്പോൾ ഞാൻ വരലുണ്ടാവൂല, അതിന് മുമ്പേ ആണ് നടക്കുന്നതെങ്കിൽ അങ്ങ് പ്രസവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് SAT ഹോസ്പിറ്റലിലാക്കിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇത് ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്യേണ്ടി വരുമല്ലോ, അത് പുറത്ത് ആരെങ്കിലും ഉണ്ടാവും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഉള്ളിലാണ്, എനിക്ക് വേറെ ആരും അപ്പോൾ സഹായം വേണ്ട, പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ബൈസ്റ്റാൻഡർ മതിയല്ലോ. എനിക്ക് തോന്നുന്നു SAT ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ ഇല്ലാതെ പല പ്രാവശ്യം റിക്വസ്റ്റ് കൊടുത്ത് നിന്നിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. ഒരുപാട് സന്ദർഭങ്ങളിൽ അമൃത ബൈസ്റ്റാൻഡർ ഇല്ലാതെ വരുന്നുണ്ട്. വളരെ രസകരമായ കാര്യം, മെനിഞ്ചൈറ്റിസ് വരുന്ന എപ്പിസോഡ് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അമൃത പനിയായി കിടക്കുന്നുണ്ട്. ആ പനിയിൽ നിന്നാണ് പതുക്കെ ഇതിലേക്ക് വരുന്നത്. ആ പനി അമൃത അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒറ്റയ്ക്കാണ്. ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് സമ്മേളനമാണ് DYFയുടെ. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമൃതയ്ക്ക് വയ്യ, സിക്കാവുന്നു, പറഞ്ഞല്ല ജലദോഷം, പനി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അമൃത ഒറ്റയ്ക്കാണ് പോകുന്നത്. എൻ്റെ കാർ ഡ്രൈവറുണ്ട്. പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞല്ല അഡ്മിറ്റ്. അപ്പോൾ ആ സമയത്ത് വളരെ രസകരമായ കാര്യം, ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് വേറൊരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കാഷ്വാലിറ്റിയിലുണ്ട്, എന്താ കാര്യം. അപ്പോൾ അയാൾക്ക് ആക്സസ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തൊക്കെ സംസാരിച്ചു. അല്ല, ഞാൻ PRO വിളിക്കുന്നു. നമുക്ക് ഇതിനകത്ത് പലപ്പോഴും നമ്മുടെ ഒരു ഫോൺ കോളിൽ നമുക്ക് അപ്പുറത്തെ വശത്ത് ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ബന്ധങ്ങളുള്ളത് കൊണ്ടുമാണ് ഞാൻ കുറെ കൂടി SATയിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. SATയിൽ എനിക്ക് ഉറപ്പുണ്ട് ഓരോ നിമിഷമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു പോയിന്റ് മതിയല്ലോ, ആ പോയിന്റിൽ നമുക്ക് ടേക്ക് കെയർ.
ഒരു കെയർ കിട്ടും. ഇയാളങ്ങനെ അവിടെ കിടക്കുകയാണ് ഇത്. പക്ഷെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരാൾക്ക് അത്തരമൊരു നീഡ് വന്നാൽ, എസെൻഷ്യലാണ് നമ്മുടെ സാന്നിധ്യം എന്ന് വന്നാൽ, പിന്നെ അതിനുണ്ടാവുക എന്നുള്ളതാണ്. അത് കുടുംബത്തിലുള്ള ആളായാലും ശരി, പുറത്തുള്ള ആളായാലും ശരി. അതല്ലെങ്കിൽ അദ്ദേഹം സെൽഫ് മാനേജ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമുക്ക് ഇത്തരത്തിലുള്ള മൊബിലൈസ് ചെയ്യാൻ പറ്റും, ഇത്തരം സൗകര്യങ്ങളെ മൊബിലൈസ് ചെയ്യുക, അത് നന്നായിട്ടങ്ങ് ചെയ്യുക, അയാൾ സ്വന്തമായി തന്നെ. പക്ഷേ ആ ദിവസങ്ങളിൽ ഞാനും എന്നെ കുറേ കൂടി റിയലൈസ് ചെയ്യായിരുന്നു. നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് പഴയ റിയലൈസേഷൻ പോലെ തന്നെ ഇപ്പോഴും ഇത്രയും ബോണ്ടുണ്ടെന്ന്. അത് കൂടെ ഉണ്ടായിരുന്ന പലരും പിന്നീട് അമൃതയോട് പറഞ്ഞു, നിനക്ക് നീ ഭയങ്കര ലക്കാണ്, പുള്ളി എത്രമാത്രം സിൻസറായി. പിന്നെ ഞാനവരോട് വഴക്കില്ല, നമ്മൾ ചുമ്മാ വെറുതെ അഭിനയിച്ചതായിരിക്കും നിങ്ങളുടെ എന്ന് പറയും. പക്ഷെ അപ്പൊ അവരൊക്കെ എൻ്റെ അടുത്ത് എന്നെ ദേഷ്യപ്പെടും, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, ആ സിറ്റുവേഷനിൽ ഞങ്ങളെ കണ്ടാന്നൊക്കെ ഞാൻ പറഞ്ഞു. അവരാണല്ലോ നമ്മൾ ഒരുമിച്ചുള്ളത്. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന, അതിപ്പോഴും ഞാൻ പറയാം, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കോംറേഡ്സാണ്, സഖാക്കളാണ്, ഒത്തിരി പേരാണ്. ആ നിമിഷം മുതൽ പിന്നീട് ഇതിൻ്റെ ഒരു സീരിയസ് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വന്നതിൽ നിന്ന് നമ്മൾ മാത്രമല്ല കേട്ടോ, അത് ഞാൻ അങ്ങനെ കൂടി പറയുകയാണ്. നേരത്തെ ചോദിച്ചിരുന്നല്ലോ, പാർട്ടിക്ക് എന്ത് റോള്, ഡിവൈഎഫ്ഐക്ക് എന്ത് റോള്. ഇപ്പോൾ മകൻ, എൻ്റെ കുഞ്ഞ്, നമ്മൾ രണ്ടുപേരും ലൈഫിലേക്ക് വരുമ്പോഴേക്കും ആ കുഞ്ഞ് കൂടുതൽ കാലം നിന്ന് ഡിവൈഎഫ്ഐ ഓഫീസിലാണ്. ഞങ്ങളൊക്കെ, ഞാൻ രാഷ്ട്രീയ പരിപാടിക്ക് പോകുമ്പോഴും ഇയാളുടേതായ അക്കാഡമിക് ലൈഫിൽ പോകുമ്പോഴും ഒക്കെ ഒറ്റയ്ക്ക് കംഫർട്ടബിളായിരുന്നു. ഇങ്ങനെയുള്ള ആശുപത്രി പരിസരങ്ങളിലും നമുക്ക് ആദ്യം വിളിക്കാൻ തോന്നുന്നത് നമ്മുടെ ഈ സഹാക്കളെയാണ്. അവരോടിയെത്തും. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഇന്നിനിപ്പോൾ ഒരു ആവശ്യം വന്നാലും അങ്ങനെ തന്നെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്. അത് ഈ സഖാക്കളുടെ പരിസരത്ത് നിന്ന് ഒഴിവപ്പെട്ട് വരുന്ന ഒരു വലിയ സുരക്ഷിതത്വമാണ്. അതും കൊണ്ടൊക്കെ കൂടിയാണ് ഞങ്ങൾക്കെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഈ നമ്മൾ പറയില്ലേ, ഈ അടുക്കളയിൽ സ്ത്രീ ചെയ്യുന്ന ജോലി സാധാരണ ആൾക്കാരുടെ ഇൻവിസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇൻവിസിബിളായിട്ടുള്ള ഇത്തരത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ നിലനിർത്തുന്നതിൽ കേരളത്തിലെ ലെഫ്റ്റ് മൂവ്മെൻറ്റിന് വലിയ സ്വാധീനമുണ്ട്. നമ്മുടെ സഹാക്കളായാലും നമ്മളോട് വളരെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബോണ്ടിങ്ങുള്ള, അത് ആ ഒരു ബോണ്ടിങ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. ഈ ഒരു ഘട്ടമുണ്ടാകുമ്പോഴും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, ഞാൻ രണ്ടുപേരോടാണ് ഞാൻ ഫോണിൻ്റെ അങ്ങേത്തിലക്കൽ കരഞ്ഞത്. അതൊന്ന് സഖാവ് എം വി ഗോവിന്ദൻ മാഷ് വിളിച്ചപ്പോഴും, രണ്ടാമതൊന്ന് PM മുഹമ്മദ് റിയാസ് വിളിച്ചപ്പോഴായിരുന്നു. അത് റിയാസ് മിനിസ്റ്റർ എന്ന് വിദേശത്താണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളിൽ നിന്നാണ് പെട്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് പൂർത്തീകരിക്കാനാവുന്നില്ല. ഈ ആശുപത്രി ഇയാളകത്താണല്ലോ. പിന്നെ എം വി ഗോവിന്ദൻ മാഷാണ്. മാഷിനോട് ഞാനാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എനിക്ക് കരഞ്ഞു പോയി, ഇപ്പം പൂർത്തീകരിക്കാനായില്ല. അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടെന്നുള്ളതാണ്. അതിലുപരി മുഖ്യമന്ത്രി അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടത്. ഞാൻ ഈ സംഭവം പറഞ്ഞ് ഞാൻ വിളിക്കുകയാണ്, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ വിളിക്കും, ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിന് ടെക്സ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ ആ മിസ്ഡ് കോളിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. തിരിച്ച് കോൾ വന്നിരിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിളായ വഴി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് കൃത്യമായി അദ്ദേഹം റീഡ് ചെയ്യും. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അപ്പോഴാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഒരുപക്ഷെ കരഞ്ഞനെ, പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് വായിച്ചതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു വിളിക്കുന്നത്. കുറേ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കുമ്പോൾ സൂപ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ആ പ്ലാൻ വെച്ചിട്ട് വേറൊരു ഹോസ്പിറ്റലിലെ ന്യൂറോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു കഴിഞ്ഞിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചെന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുമ്പോഴേക്കും പിന്നീട് എന്താണ് അപ്ഡേഷൻ എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി സൂപ്രണ്ട് വിശദീകരിച്ച് കഴിഞ്ഞിരുന്നു. എന്നിട്ട് പിന്നീട് എന്നോട് ഇങ്ങോട്ട് നമുക്കിങ്ങനെ ഒരു പ്രോട്ടോകോൾ പുള്ളി ഇങ്ങോട്ട് ഇന്നൊരു പ്ലാൻ നമുക്ക് ചെയ്യാം, പ്ലാൻ ഇങ്ങോട്ട് പറയായിരുന്നു. അപ്പോൾ അത് തരുന്നൊരു ആത്മവിശ്വാസം ചെറുതല്ല. അത് ചിലപ്പോഴൊക്കെ അമൃത പറയുന്നൊരു കാര്യമുണ്ട്, മക്കളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലും നിങ്ങൾക്ക് ധൈര്യമായി കയറി ചെല്ലാൻ ഉള്ള ഓഫീസാണിതെന്ന് AKG സെന്ററിനെ എപ്പോഴും ഇങ്ങനെ അതുവഴി പോകുമ്പോൾ ഞാൻ പറയും, എന്തെങ്കിലും നാളെ എന്തെങ്കിലും ഞങ്ങൾ ആരില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ, കാരണം നമ്മൾ പറയില്ലേ ഇന്ന ആളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഓഫീസിന്റെ പടിയിൽ വന്ന് നിന്ന് എന്ത് വേണേലും ചോദിക്കാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോയിരിക്കാം എന്ന് പറയാൻ ഞങ്ങളെ അവരെപ്പോഴും. അതുകൊണ്ട് AKG സെന്റർ കാണുമ്പോഴൊക്കെ ഞാൻ പറയും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് കണ്ടാൽ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയും.
ഈ ഒരു മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വളരെ കോൺഷ്യസ് ആയി ചെയ്യുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഞങ്ങളുടെ ഈ രാഷ്ട്രീയ പരിപാടികളിലൊക്കെ തന്നെ പരമാവധി എത്താൻ പറ്റുന്നിടത്ത് കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുപോകും. അപ്പോൾ എന്താണ് ഞങ്ങളുടെ പരിസരം എന്താണ് അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അവരത് അറിയണം എന്താണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവരുടേത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെയാണ് ഞാൻ പോകുന്ന മേഖല എന്ന് അവരെ അറിയിക്കണ്ടേ, അവരെ കാണിക്കണ്ടേ. അല്ലെങ്കിൽ നമ്മുടെ ആളുകളോട് ഇപ്പോൾ എൻ്റെ ഈ പറയുന്ന DYFL എനിക്കൊപ്പം പ്രവർത്തിച്ച എല്ലാവരുമായിട്ടും ആത്മബന്ധം ഞാനും അവരും തമ്മിലുമുണ്ട്, കുടുംബങ്ങൾ തമ്മിലുമുണ്ട്. ഇപ്പോൾ എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു സതീഷിൻ്റെ മക്കളും എൻ്റെ കുഞ്ഞുങ്ങളും, എന്നോടൊപ്പം സംസ്ഥാന ട്രഷററായിരുന്ന SK സജീഷിൻ്റെ വൈഫും എൻ്റെ വൈഫും തമ്മിലും, സജീഷിൻ്റെ കുട്ടികളും എൻ്റെ കുഞ്ഞുങ്ങളും തമ്മിലും ഒക്കെ ഉള്ളത് വളരെ തിക്ക് റിലേഷനാണ്. ദൂരെ ആയതുകൊണ്ട് അവർക്ക് എന്തും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാറ്റി വെച്ചാൽ അവർക്ക് തമ്മിലൊരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോന്നിയമ്പിലെ ജനീഷ് കുമാർ എന്നോടൊപ്പം സെൻട്രൽ പ്രവർത്തിച്ച ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ടീമായിരുന്നു ഇവരെല്ലാവരും. ജനീഷിൻ്റെ കുട്ടിയും മക്കളും എൻ്റെ മക്കളെന്നൊക്കെ പറയുന്നത് വളരെ തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പരിസരത്തെ രൂപപ്പെടുത്തിയെടുക്കുക, അതാണ് അവരുടെ ഒരു നല്ല എന്താ പറയുക കംഫർട്ടബിൾ സ്പേസ് എന്നവർക്കും തോന്നണം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെയാണ് PhD ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഭർത്താവാണ് കൂടെയുള്ളത്. ഈ ഭർത്താവിൻ്റെ പോപ്പുലാരിറ്റി കാരണം ഈ ഭാര്യമാർ, അത്തരത്തിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ഭാര്യമാർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. എന്ത് നേട്ടം ഉണ്ടാക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഉണ്ടാവും, ഇതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ആക്ഷേപം ഉണ്ടാവും. ഇതൊരു വലിയ വിഷയമാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ ഇതിനേക്കാളും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളായി മാറേണ്ടി വരും. ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇത് എങ്ങനെയാണ് ഇത് ക്രൈസിസ് മാനേജ് ചെയ്യുക? ഇതിന് അതിനേക്കാൾ ഫേമസ് ആകുന്നതല്ല, ഈ പറഞ്ഞൊരു പ്രശ്നം ഇല്ല എന്ന് ഞാൻ പറയില്ല. എല്ലാവരും PhD ചെയ്യുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സ്ട്രെസ്ഫുള്ളായ ഒരു സമയമാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ടൈം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. PhDക്ക് അങ്ങനെയാണല്ലോ, ഒരു ടൈം ഒരു 4-5 വർഷം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കും നാളെ ചെയ്യാം, നാളത്തെ. അപ്പോൾ ഒരു പ്ലാനിലല്ല പലപ്പോഴും പോവുക. പക്ഷേ നമുക്ക് നല്ല ഗൈഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു സ്ട്രെസ്സ് തരും. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ PhD എന്ന് പറയുന്നൊരു സാധനം ഇതൊന്നും രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഫുൾ ടൈമേഴ്സ് പലരും ഒരു വല്ലാത്ത, നമുക്ക് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ഞാൻ കടന്നു പോയതല്ല, എനിക്ക് എൻ്റെ ജൂനിയറായി ചെയ്യുന്ന കുട്ടികളെ അറിയാം, എൻ്റെ സീനിയറായി ചെയ്തു പോയവർ പറയുന്നത് അറിയാം. ഈ ഒരു സമയം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയോ വർഷം അങ്ങ് പോകും. പക്ഷെ ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലപ്പോഴും ചെയ്ത്. അപ്പോൾ അതുണ്ടാക്കുന്ന റിഗ്രറ്റ് ഭയങ്കര വലുതാണ്. ഒരു ഭയങ്കരമായി മാനസികമായ പ്രയാസമുണ്ടാവും. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഈ പറയുന്നത് പോലെ ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, പോപ്പുലർ എന്നുള്ളതല്ല, ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുടെ കൂടെ പങ്കാളികൾ ചെയ്യുമ്പോൾ ഡബിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ തെറ്റ്, ഏത് നിങ്ങൾ ഹ്യൂമൻ ബീങ് ഉണ്ടാക്കിയതാണല്ലോ, ഏതൊരു മനുഷ്യൻ ചെയ്ത ഏത് വർക്ക്, നിങ്ങൾ റിസർച്ച് എന്നല്ല, ഏത് വർക്ക് എടുത്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഹ്യൂമൻ എറേഴ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് മെഷീൻ ചെയ്തതായിരിക്കണം. അപ്പോൾ അതുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നമ്മളൊക്കെ അധികം കൺസേൺഡ് ആയിപ്പോവും. ഇത് ഉണ്ടാവാൻ പാടില്ല ഇങ്ങനൊരു ചിന്ത നമുക്ക് തരുന്നത് ഭയങ്കര വലിയ സ്ട്രെസ്സാണ്. എനിക്ക് തോന്നുന്നത് ഈ അസുഖത്തിൻ്റെ കാലഘട്ടം ഒക്കെ ഞാൻ PhD ചെയ്യുന്ന സമയമാണ്. അതിന് ശേഷമൊക്കെയുള്ള ഈ ഉറക്കമില്ലാത്ത രാത്രികളുടെ ഒരു കാരണം ഇത് ഈ ചെയ്തത് തന്നെ പിന്നെയും അവിടെ പോയി നോക്കാനുള്ളൊരു ടെൻഡൻസി അതിലെന്തെങ്കിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തിനങ്ങനെ അതിനത്രയും ഇപ്പം എൻ്റെ ഉറക്കം പോകുന്നത്, ഞാൻ എന്തിനിങ്ങനെ മെഡിസിൻ എടുത്ത് ഉറങ്ങേണ്ട കാര്യം എന്താണ്, ഞാൻ എന്തിനാണ് എത്രയും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യം എന്താണ്. ഈ പറയുന്ന ആർക്ക് വേണമെങ്കിലും, ഇപ്പം ഞാനൊരു തീസിസ് ചെയ്തു വെച്ചു, ആർക്കെങ്കിലും ആ തീസിസിൽ എന്നോട് ഡിഫെൻഡ് ചെയ്യണമെങ്കിലോ എന്നോട് സംസാരിക്കണമെങ്കിലോ സ്പേസ് ഉണ്ടല്ലോ. എൻ്റെ ഓപ്പൺ ഡിഫൻസ് ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ. ഇനി അതല്ല, അതിന് ശേഷവും ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഐ എം റെഡി. ബിക്കോസ് ഞാൻ ചെയ്ത വർക്കാണല്ലോ. ഞാൻ എന്തിനതിനിങ്ങനെ. പിന്നെ ഞാനൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇതിങ്ങനെ ചെയ്തതിന് തന്നെ പിന്നെയും അങ്ങനെ ഞാൻ എത്ര അരിച്ചാലും ഇതൊന്നും അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പം എൻ്റെ ഗൈഡും എന്നോട് പറഞ്ഞു, ഗൈഡാണല്ലോ അൾട്ടിമേറ്റ്ലി പറയേണ്ടത് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കൂടാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്തതിലെ വർക്കിലെ പോരായ്മയാണെങ്കിലും ഉണ്ടാവും എല്ലാവരുടെയും. ഇപ്പം എൻ്റെ ഒരു എംപിരിക്കൽ സ്റ്റഡിയാണ്, അത് നമ്മൾ ഡേറ്റ എടുത്ത് അത് പ്രോസസ്സ് ചെയ്തെടുത്ത് സാധനമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടിയ ഡേറ്റയിൽ നിന്നല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ, വേറൊരു സാധനം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാവുകോളം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ഓവർ സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഇല്ല എന്നല്ല, അതുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ ചെയ്ത് കളയാന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ഇപ്പം എന്ത് ചെയ്താലും പറയുമല്ലോ, പറഞ്ഞോട്ടെ, പറയാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആശയപരമായി ആ തീസിസിനോടോ ആ ചെയ്ത കാര്യത്തോടോ വളരെ കൃത്യമായി എന്നോട് ചോദിക്കാനും അല്ലെങ്കിൽ എന്നെ ഡിഫെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ തോൽപ്പിക്കാനാകും. കാരണം ഞാൻ എടുത്ത ഡേറ്റയിൽ നിന്നേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ചെയ്ത ഔട്ട്പുട്ടാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ഞാൻ റെഡിയാണ്, എപ്പോൾ വിളിച്ചാലും റെഡിയാണ്. ആ ഒരു കോൺഫിഡൻസേ എനിക്ക് ഉള്ളൂ, വേറൊന്നും എനിക്ക് പറയാനും പറ്റില്ല. എന്നെ അമൃതയെ പരിചയപ്പെടുത്തുന്ന ആൾ പരിചയപ്പെടുത്തിയത് ഇത് റഹീമിൻ്റെ വൈഫാണെന്നാണ്.
അവിടെ അല്ല, അതൊരു വലിയ പ്രശ്നമാണത്. അത് അങ്ങനെ വന്ന് വരുന്നതാണ്. റഹീമിന്റെ വൈഫാണ് എന്നുള്ളതിൽ അല്ല ഞാൻ അമൃതയെ കാണുന്നത്. അങ്ങനെ മാത്രമല്ല, അമൃതയ്ക്ക് സ്വന്തം നിലയ്ക്ക് കപ്പാസിറ്റികൾ അങ്ങനെ ആകണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അമൃത PhD കഴിഞ്ഞു. ഞാൻ അമൃതയോട് പറയുന്ന കാര്യം PDF-ന് വിദേശത്ത് അവസരം കിട്ടിയാൽ നല്ല സർവകലാശാലകളിൽ ട്രൈ ചെയ്യണം. ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും CPM നേതാക്കളുടെയും ഈ ആക്രമിക്കപ്പെട്ട ഭാര്യമാർക്ക് ഈ ഭാര്യമാരാകുന്നതിന് മുമ്പുള്ളൊരു ഭൂതകാലല്ലേ. പക്ഷെ അതെല്ലാം റദ്ദ് ചെയ്യപ്പെടും. വാചകത്തിൽ എല്ലാം അങ്ങ് അവസാനിക്കും. ശരിയല്ല, അത് ശരിയല്ല. ഇയാളുടെ ഭാര്യ ആയതുകൊണ്ടാണ്. അങ്ങനെയല്ല. നേരത്തെ പറയുമ്പോൾ റഹീമിന്റെ ഭാര്യയാണെന്ന് പറയുന്നത് എനിക്കൊരു നാണക്കേടുമില്ല കേട്ടോ. അതൊരു സന്തോഷമാണ്. ആണ്, ഞാൻ കൂടെ ജീവിക്കുന്ന ആളാണെന്ന് പറയുന്നതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ പ്രശ്നം അത് മാത്രമല്ല. അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അത് മാത്രമല്ല കാരണമായത് അവസരങ്ങൾ. അത് ശരിയല്ല. അത് ലെഫ്റ്റിനെതിരേ ഉള്ളൂ. റൈറ്റിൽ ഏതെങ്കിലും ഒരാളുടെ ഭാര്യയെ അങ്ങനെ ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. നമ്മൾ കിട്ടേണ്ട സാധനത്തിന് കിട്ടണമെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും, ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും ചില കാര്യങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഈ ട്രോൾ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ചില പബ്ലിസിറ്റിക്കൊക്കെ നല്ലതാണ്. പക്ഷെ ചിലയിടങ്ങളിൽ ഇത് പിന്തുടരും. നമ്മളിത് കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും ക്രിയാത്മകമായ ചില കാര്യങ്ങൾക്കിടയിലേക്ക് ഇത് കൊണ്ടുവെക്കുമ്പോൾ ചേരാത്ത ഇടങ്ങളിൽ ഇത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. നമ്മൾ തമാശയ്ക്ക് കാണുമ്പോഴും ആ തമാശയ്ക്ക് അപ്പുറത്തേക്ക് ഗൗരവമുള്ള ചില കാര്യങ്ങൾക്കിടയിലേക്ക് ഈ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുവെക്കുമ്പോൾ പറ്റാവുന്നൊരു പ്രശ്നമുണ്ട്. ആ സ്ട്രെസ് എങ്ങനെയാണ് മറികടക്കുക? അതെങ്ങനെയാണെന്നറിയാമോ? ഈ സ്ട്രെസ് ഉണ്ടാകണമെന്നും ഈ സ്ട്രെസ്സിലൂടെ നമ്മൾ ഇല്ലാതാകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ സൈക്കോളജിക്കൽ മൂവാണ്. എന്തെന്നാൽ അത് ഒരർത്ഥത്തിൽ ഒരു ഗുഡ് സൈനാണ്. ഇപ്പോൾ പിന്തുടരുന്നു എന്ന് പറയുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളെ പിന്തുടരില്ലല്ലോ. വിമർശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്തുടരുകയുള്ളൂ. ഞാൻ നിങ്ങൾക്കെപ്പോഴാണ് ഒരു അസ്വസ്ഥനായി മാറുന്നത്? ഞാൻ താങ്കൾക്കൊരു കോമ്പിറ്റൻ്റായി മാറുമ്പോഴാണ്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഗുഡ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എന്തെന്നറിയാമോ? നമ്മുടെ ഒരു മൊറയിൽ തകർക്കാനുള്ള നീക്കമാണത്. അതിങ്ങനെ സംഘടിതമായി നടത്തും. അതിൻ്റെ വോള്യം കൂടുതലായിരിക്കും. കാരണം ഞാനിപ്പോൾ CPIM ആണ്. CPIM എന്ന് പറയുന്ന ഒരാളെ എതിർക്കാൻ ഇന്ന് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്നെ പിന്തുണയ്ക്കാൻ വരുന്നതോ CPMകാരും അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സും സിമ്പതൈസേഴ്സുമാണല്ലോ ഫ്രണ്ടിൽ വരിക. പക്ഷേ അല്ലാതൊരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ വോള്യം വളരെ കൂടുതലായിരിക്കും. പിന്തുടരുന്നവരുടെ എണ്ണവും നമുക്കെതിരായി നീങ്ങുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ എൻറ്റയർ ബ്ലോക്കിനെയും ഒരുപോലെ അസ്വസ്ഥപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കെതിരായിട്ട് മോശപ്പെട്ട ഒരു ക്രൈം എലമെൻ്റുള്ള ഒരു കാര്യം കേട്ടോ. ഈ മോൺസൺ മാവുങ്ങലിൻ്റെ സമയത്താണ് ഞാൻ പോയി എന്നുള്ള നിലയിൽ വളരെ ക്രൈം എലമെൻ്റാണ്. ഞാനത് പരാതി കൊടുത്തു. പോലീസ് കാര്യമായി തന്നെ ഉണ്ടാക്കി മോർഫിംഗ് ടാങ്കിൽ വരുന്ന സ്ഥലം കേസെടുത്തു. കണ്ടന്റ് ഉണ്ടാക്കിയ ആൾ കോൺഗ്രസും പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായ ആൾ BJPയുമാണ്. അപ്പോൾ ഈ കോൺഗ്രസിനെയും BJPയെയും തൊട്ടപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് ഗ്രൂപ്പിനെയും മുസ്ലിം ലീഗിനെയും എല്ലാം ഒരുപോലെ അസ്വസ്ഥപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലേ. അതിന് കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യം കൂടെ ഉള്ളത്, ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംഘപരിവാര സംഘടനകളുടെ ഇപ്പോഴത്തെ ഒരു രീതി, അത് പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ വ്യാജ നിർമ്മിതിയൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് മാധ്യമങ്ങളിൽ. ഇതിൻ്റെയൊക്കെ നെല്ലും പതിരുമൊക്കെ വേർതിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നൊരു നാട്ടിലാണ് ഇപ്പോൾ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ഈ വ്യാജ സന്ദേശങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനെ കറക്റ്റായിട്ട് നേരിടേണ്ടതുണ്ട്. വ്യാജ സന്ദേശങ്ങൾ ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും നേരിടേണ്ടതുണ്ട്. പക്ഷെ അവിടെ നേരിടാൻ എക്യുപ്ഡ് ആണോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലാർജ് സ്കെയിലിലോ സംഘപരിവാര സംഘടനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നത് കൃത്യമായിട്ട് CPM വിലയിരുത്തിയിട്ടുണ്ടോ? കാരണം അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ടെലിവിഷനിൽ തോൽക്കുന്ന CPM എന്ന് പറഞ്ഞിട്ടായിരുന്നു മാതൃഭൂമിയിലായ ലേഖനത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ടെലിവിഷനോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുതിർന്ന ഇടത് നേതാക്കൾക്ക് ടെലിവിഷനോട് സംസാരിക്കുന്ന സമയത്ത് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അത് അറിഞ്ഞ് സംസാരിക്കാത്തത് കൊണ്ടാണ് അബദ്ധങ്ങൾ പറ്റുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഒരു വിശദീകരണം. ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് നമ്മൾ പലരോടാണ്, പല ആശയങ്ങളുള്ള പല ആൾക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, കോമ്രേഡ്സിനോടല്ല. ഇത് ഭയങ്കര ഒരു വിഷയമായിരുന്നു. ഇത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ കോപ്പപ്പ് ചെയ്ത് വന്നുവെങ്കിലും ഇന്ന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ന്യൂസുകളെ കൃത്യമായി പ്രതിരോധിക്കാൻ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന് CPMന് കഴിയുന്നുണ്ടോ? രണ്ട് പാർട്ടുണ്ട് അതിൽ. ഒന്ന്, ഈ വ്യാപ്തിയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്.
അത് തിരിച്ചറിയാൻ നമ്മൾ എക്വിപ്ഡ് ആണോ, കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. രണ്ടാമതൊരു കാര്യം, ഈ ടെലിവിഷൻ അഭിമുഖീകരിക്കുന്ന മേഖലയാണ്. ഇതൊരു ടെലിവൈസ്ഡ് പൊളിറ്റിക്കൽ എറയാണ്. അതിൽ പെർസെപ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നല്ലവനാണ്, നന്മമരമാണ് എന്നൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. CPIM-ൻ്റെ നേതാക്കൾ ഈ പറയുന്ന മുഴുവൻ പേരും അത്തരമൊരു പെർസെപ്ഷൻ ചലഞ്ചിലൂടെ പാസ്സായി വന്നവരല്ല. അവർക്കത് വശവുമല്ല. അതിന് നിർബന്ധിക്കപ്പെടണം എന്നുള്ളതാണ് നിങ്ങൾ ഈ പറഞ്ഞ വിമർശനത്തിൻ്റെ ഇത്. അത് നമുക്ക് വേറെ പരിശോധിക്കണം. ഇവിടെ ജനം ചിന്തിക്കേണ്ടത്, ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾക്ക് പെർസെപ്ഷനായ ആളുകളെയാണോ അല്ലെങ്കിൽ പെർസെപ്ഷനാണോ വേണ്ടത്, റിയാലിറ്റിയാണോ വേണ്ടത്? ഞങ്ങൾ എന്താണ് എന്ന് ഞങ്ങളെ കാണാം. ഞങ്ങളിൽ നിന്ന് വ്യാജമായ ഒരു പ്രോമിസും നിങ്ങൾക്ക് ലഭിക്കില്ല. ഞങ്ങൾ സിൻസിയറായാണ് നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നത്. ഒരാൾ തിരിച്ച്, ഞാൻ പെട്ടെന്ന് 2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും. ഒന്നാമത്തെ ഉദാഹരണം 2 ദുരന്തഘട്ടത്തിലെ ഉദാഹരണമാണ്. ഓഖി ഉണ്ടായ സമയത്ത് നിർമ്മലാ സീതാരാമൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു നമ്മുടെ വിഴിഞ്ഞത്ത്. അഗ്രസീവായ ജനക്കൂട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിർമ്മലാ സീതാരാമൻ ആസ് എ സ്പീക്കർ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അവർ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്ന സംശയമില്ല. പക്ഷേ ഒരു പ്രശ്നം അത് അവിടെ സൃഷ്ടിച്ചൊരു പെർസെപ്ഷനുണ്ട്, അവരെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും ഇൻഎഫക്റ്റ് പിന്നീടുണ്ടായോ എന്ന് വെച്ചാലില്ല. കുറേ കൂടി റീസെൻ്റായൊരു കാര്യം ഞാൻ പറയാം. നരേന്ദ്രമോദി വയനാട്ടിൽ വന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വയനാട്ടിൽ പോയി. അപ്പോൾ അന്ന് താരതമ്യങ്ങളുണ്ടായി. നരേന്ദ്രമോദി നോക്കൂ, കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചു. ആ കുഞ്ഞും നരേന്ദ്രമോദിക്കൊപ്പം അന്ന് വൈറലായി, അല്ലെങ്കിൽ കുഞ്ഞിനൊപ്പം മോദി എന്ന് വൈറലായി. ആ വൈറൽ കണ്ടന്റിനപ്പുറത്ത് പിന്നീടുള്ള റിയാലിറ്റി എന്തായിരുന്നു? അപ്പോൾ അതൊരു പെർസെപ്ഷനാണ്. അവിടെ ഒരു നന്മമരത്തിൻ്റെ പെർസെപ്ഷൻ അവിടെ വരികയാണ്, അല്ലെങ്കിൽ സിമ്പതിയുടെ പെർസെപ്ഷൻ വരികയാണ്. ഇങ്ങനെ ആവണ്ടേ ലീഡർ എന്ന് ജനം ചിന്തിക്കുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടാകുന്നു. ടെലിവേസ്ഡ് പൊളിറ്റിക്കൽ എറയുടെ പെർസെപ്ഷനാണ്. സഖാവ് പിണറായി വിജയൻ ഈ പെർസെപ്ഷൻ പരീക്ഷയ്ക്ക് പോകുന്ന ആളല്ല. അദ്ദേഹമോടെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി പോവുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പരിപാടി, അതൊരു എൻ്റർടൈൻമെൻറ്റ് സ്വഭാവത്തിൽ തന്നെ. മുഖ്യമന്ത്രി എന്തെങ്കിലും തമാശ പറഞ്ഞാൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സുമായിട്ട് ആൾക്കാരിരുന്നു. ഫുള്ള് കണ്ടു. ആശങ്ക മാത്രമായിരുന്നില്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ പല കുട്ടികളും ഇഷ്ടപ്പെട്ടത് ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നൊരു മാമൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടായ സമയത്ത് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് പിന്നീട് ഫലിച്ചു, അല്ലെങ്കിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മനസ്സിലാക്കലിൻ്റെ ആ ഘട്ടത്തിലുള്ളപ്പോഴും പിൽക്കാലഘട്ടത്തിലും അതിന് മുൻപും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് ശരിയായ വണ്ണം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അന്നത് കമ്മ്യൂണിക്കേഷൻ നന്നാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മുഖ്യമന്ത്രി തന്നെ എല്ലാത്തിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യമന്ത്രി പറയേണ്ട ചില കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി ഏറ്റെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതും നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ ആകാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. അതെങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത്. അല്ല, അന്നുണ്ടായതും പെർസെപ്ഷൻ ചലഞ്ചിന് പോയതല്ല. അദ്ദേഹം സിൻസിയറായിട്ടാണ് ഇടപെട്ടത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് കൺസീവ് ചെയ്യാനിരിക്കുന്ന ആളുകളുടെ കൂടിയാണ്. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം പോലെയല്ല. വെറുതെ എടുത്ത് ഫോണെടുത്ത് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദി കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നു, കൊള്ളാലോ എന്ന് പറയുന്ന ഒരാളല്ല. എല്ലാ മനുഷ്യരും ഡിസ്ട്രസ്ഡ് ആയിരുന്നൊരു സമയമാണ്. ആ ഡിസ്ട്രസ്ഡായ മനുഷ്യൻ്റെ അരികിൽ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മരുന്ന്. അതൊരാൾ കൺവേ ചെയ്യാൻ, അതെല്ലാവർക്കും ഫീൽ ചെയ്തു. അതെ, കൊണ്ടു. കാരണം അതാ അവനെയാണ് പാമ്പർ ചെയ്യുന്നത്, തലോടുന്നത്, ചേർത്ത് നിർത്തുന്നത്, ആത്മവിശ്വാസം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഓരോ മനുഷ്യനോടുമാണ്. എന്നാൽ ഇതേ മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ സിൻസിയറായി വേറൊരു സന്ദർഭത്തിൽ ഇടപെട്ടുന്നിരിക്കട്ടെ, അത് ബാധിക്കുന്ന അപൂർവം ചില മനുഷ്യരൊഴികെ ബാക്കി മുഴുവൻ പേരും കാഴ്ചക്കാരാണ്. അവർക്കത് കൺസീവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ വിമർശനം വരും, അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, അല്ലെങ്കിൽ ഇതാണോ, അല്ലെങ്കിൽ ആത്മാർത്ഥതയെ സംശയിക്കും. കാരണം അവന് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ഫീൽ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ എൻ്റെ അനുഭവം നേരത്തെ പറഞ്ഞില്ലേ, പറയുമ്പോൾ എൻ്റെ നെഞ്ചിൽ തട്ടി ഞാൻ പറയാം. ആ നിമിഷം ഞാൻ അനുഭവിച്ച എനിക്കറിയാവോ അദ്ദേഹം എനിക്ക് തന്ന കോൺഫിഡൻസ് എന്നാണ്, എങ്ങനെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അദ്ദേഹം അങ്ങനെയാണ്. ഇനി അതേ മുഖ്യമന്ത്രി ശാസിക്കേണ്ടിടത്ത് കർശനമായി ശാസിക്കും. കാരണം അതാണ് അദ്ദേഹം. യോജിക്കേണ്ടതിനോട് യോജിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളിലൂടെ പോകുന്നതല്ല, ഞാൻ ആരെയും വേറൊരു തരത്തിൽ താരതമ്യം ചെയ്യുന്നതല്ല. പക്ഷേ
കോൺഗ്രസിൻ്റെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും ഒക്കെ പല ഘട്ടങ്ങളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിൽക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് മാത്രമല്ല, ഇടപെടൽ കോൺഗ്രസ്സുകാരിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് അടുത്തിടപഴകിയ ആളുകളിൽ തന്നെ ഇതുപോലെ അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. നല്ല നിലയിൽ ഇടപെടും, പക്ഷേ ഔട്ട്പുട്ട് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ വിചാരിച്ചത്ര ഉണ്ടാകണമെന്നില്ല. പക്ഷേ എപ്പോഴും ആദ്യം ഉണ്ടാക്കുന്ന ആ പെർസെപ്ഷൻ കഴിഞ്ഞിരിക്കും. ആ പെർസെപ്ഷൻ ഞാൻ 4 പേരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കും. മോദി വന്നിട്ട് നോക്കുക, ചെയ്ത് ഗംഭീരമായി എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞു അല്ലേ. പിന്നീട് ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വേറൊരു എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വന്നാൽ, ഇന്നിത് വലിയ മുതൽ മുടക്കുള്ള ഒരു ഈവൻ്റായി പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. അതൊരു പുതിയൊരു ഇൻഡസ്ട്രിയായി വന്നിട്ടുണ്ട്. ഡേറ്റാ സയൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാഖ തന്നെ, മൂലധന നിക്ഷേപമുള്ള ഒരു വലിയ സംവിധാനം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അവിടെ ഒരു പുതിയ ചലഞ്ചാണ്. ഈ അടുത്തിടയ്ക്ക് രജ്ദീപ് സർദേശായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ തിരഞ്ഞെടുപ്പ് രീതികളിലുണ്ടായ മാറ്റം, തിരഞ്ഞെടുപ്പിൻ്റെ ഈ പറഞ്ഞ മൂലധന നിക്ഷേപവുമായി തിരഞ്ഞെടുപ്പ് മാറി. അപ്പോൾ ഇന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഓഫ് സൊസൈറ്റിയാണ്. സമൂഹത്തിൻ്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ഹൗ ടു മാനിപ്പുലേറ്റ്, ഹൗ ടു ക്രിയേറ്റ് പെർസെപ്ഷൻ എന്ന് പറയുന്നതിലേക്ക്, അതിൽ സത്യമുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതൊരു വലിയ ചലഞ്ചാണ്. ഇവിടെ ഇത് തിരിച്ചറിയാത്തവരല്ല CPI. ഞങ്ങളതിനെ നേരിടാൻ ശ്രമിക്കുന്നത് കുറേ കൂടി ജനകീയമായും ഞങ്ങളുടെ എന്താ പറയുക ഓർഗാനിക്കായ ഒരു മെത്തേഡും കൊണ്ടാണ്. ഞങ്ങളുടെ ശക്തി എന്താണ്? ഞങ്ങളുടെ ശക്തി കേരളത്തിൻ്റെ ഏത് നൂക്കാൻ പോകുന്നുണ്ട് നേരിട്ട് ജനങ്ങളോട് പോയി സംസാരിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, അവർ ഡേറ്റാ സയൻസിലൂടെ അറിയുമ്പോൾ ഞങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നേരിട്ടറിയാൻ കഴിയുന്ന, നേരിട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗാനിക് മെക്കാനിസത്തിൻ്റെ കരുത്തിലാണ് BJP അത്തരത്തിലുള്ള CPM നിൽക്കുന്നത്. ഇല്ല, സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, BJPയുടെയും അവരുടെ കരുത്തായി അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ ആശ്രയിക്കുന്നത് ഇപ്പോൾ കനകലുവിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളെയോ, അതവരുടെ കരുത്താണ്, അവരാണ് അതിൽ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതിനെ ബീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഓർഗാനിക് സെറ്റപ്പ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഡിവൈഎഫ്ഐക്ക് എല്ലായിടത്തേക്കും ഓടിയെത്താൻ കഴിയും, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും. പക്ഷേ അവിടെ ഒരു ചെറിയ ചോദ്യമുള്ളത്, ഇപ്പം സേവാഭാരതി പോലുള്ള ഒരു സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ബദലാണോ ശരിക്കും ചെയ്യേണ്ടത്? അതല്ല, ബദൽ മാത്രമല്ല, ഏത് തലത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് DYFI ആണ് തീരുമാനിക്കേണ്ടത്. അല്ല, DYFI അത് പലപ്പോഴും പറയാറുണ്ട്, ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം. അത് അതിനോട് ശക്തമായി വിയോജിച്ചാണ്. DYFI എന്ന് പറയുന്നത് DYFI മനസ്സിലാക്കേണ്ടതാണ്. DYFI എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘടന അല്ല. DYFI എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷനാണ്. അതിൻ്റെ പേരിൽ, അതിൻ്റെ ഭരണഘടനയിൽ, അതിൻ്റെ പരിപാടിയിലൊക്കെ അങ്ങനെ തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്ന, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷനായിട്ടാണ് DYFI വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വളരെ ശരിയായ രീതിയാണ് DYFI. വിമർശകരുടെ ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ചോദിച്ചു വളരെ പ്രധാനപ്പെട്ട എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നുമില്ലാതിരുന്ന ഡൊണാൾഡ് ട്രംപ് വരുന്നു, എന്നിട്ട് വളരെ ഫലപ്രദമായി ഒരു തെരഞ്ഞെടുപ്പ് സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കും. 1992 ബാബരി മസ്ജിദ് ധ്വംസനം കഴിഞ്ഞാൽ 2002 ഗുജറാത്ത് വംശഹത്യ. ആ ഗുജറാത്ത് വംശഹത്യയുടെ സമയത്ത് എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ പെർസെപ്ഷൻ? അതിൽ നിന്ന് വലിയ നിലയിലുള്ള ഒരു സ്വിച്ച് ഓവറിന് നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പെർസെപ്ഷൻ ഗമിക്കാണ്. ഇത് വളരെ സയൻറ്റിഫിക്കലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നു, അല്ലേ? ഇതൊരു വലിയ ചലഞ്ചാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് CPIഎമ്മിന്. ഞങ്ങളത് പറയുന്നില്ല, ഞങ്ങൾക്ക് ആ വഴി സ്വീകരിക്കാമെന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ വലിയ പണം ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങാത്ത ഏക പ്രസ്ഥാനം CPM ആണല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് വേറെ ആരുമല്ലല്ലോ. വൻ തുക അപ്പുറത്ത് വേണം, ഞങ്ങൾക്ക് ആ തുകയില്ല. ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരെയാണ് പണം പിരിക്കുന്നത്. ആ പിരിക്കുന്ന പണം അവിടെ ഉണ്ടാകും, ഒരു രൂപ എവിടെയും പോവില്ല. എന്നതിൽ കവിഞ്ഞാൽ ഇതിനാവശ്യമായ മൂലധനം വളരെ വലുതാണ്, നമ്മുടെ പരിധിക്ക് പുറത്തേക്കുന്നതാണ്. ഇതാണൊരു പ്രശ്നം. പക്ഷേ എങ്കിലും വളരെ സമഗ്രമായി, സംഘടിതമായി, പരമാവധി സയൻറ്റിഫിക്കായി ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസം, സോഷ്യൽ മീഡിയയൊക്കെ മാറി സോഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസം തീർച്ചയായും CPM ആർജിക്കേണ്ടതുണ്ട്.
അത് CPM തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടിയും അത് തിരിച്ചറിയുന്നുണ്ട്. അത് എവിടെയെങ്കിലും ഹയർ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന, ടെലിവിഷനിലൊക്കെ ഭയങ്കരമായിട്ട് വലിയ വിപ്ലവമൊക്കെ പറയുന്ന ആൾ വീട്ടിൽ വന്നാൽ ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് അമൃതയുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. ശരിക്കും റഹീമിനെ മനസ്സിലാക്കുന്നത് അമൃത കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്തുകൊണ്ട് അത് സംസാരിച്ചു, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവുമ്പോഴും റഹീം എന്ന് പറയുന്ന മനുഷ്യനെ കൃത്യമായിട്ട് അളന്നിട്ടുണ്ടാവും. ആ മനുഷ്യൻ ശരിക്കും ഒരു കുട്ടിയാണോ? നല്ല കുട്ടിയാണ്. അനുസരണയുള്ള എന്റെ മക്കളെക്കാൾ അതെ, ചില സമയത്ത് മക്കളെക്കാൾ കുട്ടിയാണ്. അതൊരു വാശിയുടെ എലമെന്റ് അല്ലല്ലോ. വാശിയുടെ എലമെന്റ് ഒന്നുമില്ല. വാശി എടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള നല്ല ധാരണയുള്ളതുകൊണ്ടായിരിക്കാം വാശിയില്ല. വാശി എടുത്താലും അവിടെ പ്രണാമം. ഞങ്ങള് 4 പേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 പേര് കുഞ്ഞുങ്ങളാണ് വീട്ടില്. അതാണ് സത്യം. അച്ഛനാണ് ഞങ്ങളുടെ വീട്ടിലെ കാരണവർ. അച്ഛൻ മറ്റേ മാഷാണ്, ചാക്കോ മാഷാണ് ഞങ്ങളുടെ വീട്ടിലെ. A+B² ആണ് അച്ഛൻ. ഇപ്പോഴും ഞങ്ങള് 4 പേര് അച്ഛൻ. വേറെ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് സംശയം തോന്നും. ഞങ്ങൾ 4 പേരും കുട്ടികളും, അച്ഛനാണ് ചാക്കോ മാഷും. ഈ കുട്ടി ആശ്വസിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിന്ന് തരുമോ, അതേ ചാടി പോവോ? ഇല്ല, ആശ്വസിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയണ്ടേ, ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായ മനസ്സലിവൊക്കെ ഉള്ള അങ്ങനത്തെ ഒരാളാണ്. വളരെ എന്നോട് ഒരുപാട് പേര് പുറത്ത് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചർച്ചയിലൊക്കെ കാണുന്ന പോലെ ആളുകളുടെ കൂടെ എങ്ങനെ ജീവിക്കും, അവർ ഭയങ്കര ദേഷ്യമായിരിക്കില്ലേ, ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്? പക്ഷെ ഒരു 2 മിനിറ്റ് അല്ലാതെ പേഴ്സണലി സംസാരിക്കുന്ന എല്ലാവരും പറയും, ഇയാൾ ഇങ്ങനെയല്ലല്ലേ, ഇയാള് പെർസെപ്ഷൻ ആണത്. ആ ചാനൽ ചർച്ച വരുന്നത് എന്നോട് പേഴ്സണലി ഒരുപാട് ഭയങ്കര പാടായിരിക്കല്ലേ ഇങ്ങനെ ജീവിക്കാൻ കൂടെ. പക്ഷെ വീട്ടിൽ വന്നാലേ അറിയുള്ളൂ. വീട്ടിൽ വരണമെന്നില്ല, പുള്ളിയോട് 2-3 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര കിലുക്ക സിനിമയിലെ രേവതിയുടെ ഒരു സീൻ ഉണ്ടല്ലോ, രേവതിയല്ല ഇന്നസെന്റ് ചിരിക്കുന്നു. അതെ അതെ അതെ, കുട്ടി ചിരിക്കുന്നു. അതില് കുട്ടി ചിരിക്കും. ചെറിയ തമാശകളൊക്കെ ആണെങ്കിലും വളരെ പൊട്ടിച്ചിരിക്കുന്ന. അതെനിക്ക് ഞങ്ങൾ 4 പേര് ഏകദേശം ഒരേ ടീമായിരിക്കും. വീട്ടില് നിങ്ങളെല്ലാവരും കോമഡി കാണാൻ ഇഷ്ടപ്പെടുന്നു. അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗൗരവമുള്ള സിനിമകൾ കാണുന്ന റഹീമാണ്. അല്ല, സിനിമ ഞങ്ങൾ എല്ലാവരും. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണർ എന്ന് പറയുന്നത് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. ദെൻ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടാണ് എൻ്റെ ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ഒരു ആകാശദൂത് പോലുള്ള ആ ജോണർ മെലോഡ്രാമകൾ എനിക്ക് അങ്ങോട്ട് കാണുമെങ്കിലും എനിക്കതങ്ങോട്ട് എൻ്റെ ടേക്കല്ല. ഞാൻ യാത്രകൾക്കിടയിൽ ഭയങ്കര രസകരമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നല്ല ഇതുപോലുള്ള ത്രില്ലർ സീനുകൾ, നല്ല അത്തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, അവിടെയും മെലോഡ്രാമയിലേക്ക് പോകാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മറിമായത്തിൻ്റെ ഭയങ്കര ആരാധകനാണ്. റിപ്പീറ്റ് വാച്ചാണ്. മറിമായത്തിൻ്റെ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിരാജയെ കണ്ടത്. ഉണ്ണിരാജയെ YLF-ന്റെ ഇടയിലാണ് കണ്ടത്. ഉണ്ണിരാജയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്ട്രോങ് ആരാധകരാണ്. ഞാൻ ഉണ്ണിരാജയുടെ കുറേ എപ്പിസോഡ്സ് അങ്ങോട്ട് പറഞ്ഞു. അയ്യോ ഭയങ്കര രസമാണ്. അയാളെ ഇതുണ്ടല്ലോ, അതോടെ ഓപ്പറേഷൻ ജാവയിലെ അതേ അഖിലേഷ് ചേട്ടനാണ്. ഒറ്റ സീനല്ലേ, തൊട്ടി മുതൽ സാക്ഷിയിലും പുള്ളി വന്നിട്ട് പറയുന്ന സീനുണ്ടല്ലോ. ഇപ്പോഴൊക്കെ നമ്മുടെ അണുവികരണം മുഴുവനും എനിക്കും പൈസ അണ്ണാൻ കൊട്ടാ മറ്റേ ഉണ്ണിരാജയ്ക്കൊരു പ്രൊമോഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ല, ഉണ്ണിരാജന്റെ വലിയ ഫേവാണ്. ഉണ്ണിരാജ മാത്രമല്ല, ആ മറിമായത്തിലെ കുറേ ആളുകളുണ്ട് വളരെ നാച്ചുറലായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിക്കാരൻ, അയാളുടെ അതിൽ പ്രധാനപ്പെട്ട നടൻ മണികണ്ഠൻ പട്ടാമ്പി ആ പ്യാരിജാതൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു ജെന്യൂൻ ക്യാരക്ടറാണത്. അത് നമ്മൾ നിസ്സാരമായി അല്ല, ഞാനതിൽ കാണുന്നത് തുടർച്ചയായ ഒരു സീരീസ് ചെയ്യുന്നു. പക്ഷെ ആ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നു. അതിൻ്റെ ജെന്യൂനിറ്റി നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷകരെ മടുപ്പിക്കാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അത്ര മോശക്കാരൊന്നുമല്ലോ. മീൻസ് ക്രിട്ടിക്കലായി തന്നെ, അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാന്ന് എനിക്കെല്ലാം ആർക്കായാലും തോന്നുമല്ലോ. അപ്പം എന്നെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നു അല്ല, എന്നെ ബീറ്റ് ചെയ്യാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും അവരെ പിന്തുടരുന്നത്. അപ്പം ഞാനവരെ റെസ്പെക്ട് ചെയ്യണ്ടേ, അവരുടെ ടാലൻറ്റിനെ റെസ്പെക്ട് ചെയ്യണ്ടേ. എനിക്കതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയുന്നത്. അത് അവരോട് തന്നെ പേഴ്സണലി കണ്ടാൽ മണികണ്ഠൻ പട്ടാമ്പിയോടായാലും നമ്മുടെ ഉണ്ണിരാജയോടായാലും ഈ പ്യാരിജാതൻ, പിന്നെ ഇവർക്ക് എത്ര ഗംഭീരമായിട്ടാണ് അതിനകത്ത് നമ്മുടെ മണ്ടോദരി ശ്രീകുമാറിൻ്റെ പാർട്ണർ എത്ര ഗംഭീരമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്.
ഇതൊക്കെ നമ്മളെ സ്ഥിരമായിട്ടത്, പിന്നെ മാത്രമല്ല സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളാണ്. ഞാൻ അതിൽ കണ്ടൊരു കാര്യം, അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് മാറി. നമ്മൾ ഗാഡ്ജറ്റുകളാണ്, നെഗറ്റീവ് ഹ്യൂമറുകളല്ല, വളരെ പോസിറ്റീവായ ഹെൽത്തിയായ ഹ്യൂമർ. ആ ഒരു റിതം നിലനിർത്തിക്കൊണ്ട് പോകുക വലിയ പാടാണ്. അടുത്ത കാലത്ത് കണ്ട നല്ല സിനിമകളെ കുറിച്ചുകൂടെ പറയും, രണ്ടുപേരും പറയണം. നല്ല സിനിമകൾ കിഷ്കിന്ധാകാന്ഡം അത് ഇഷ്ടപ്പെട്ടോ? അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് പലതിലും പലതരത്തിലാണ്. ഇപ്പോൾ റൈഫിൾസ് ക്ലബ്ബ് ഗംഭീര മേക്കിംഗ് ആണ്. കഥ എന്തെങ്കിലും ഉണ്ടോ അതിൽ കഥയൊന്നുമില്ല, അതങ്ങനെ ചോദിക്കരുത്. ആ സിനിമയിൽ അതാണ് ആ സിനിമ ആവശ്യപ്പെടുന്നത്. അതാണ് ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം. എന്തൊരു മേക്കിംഗ് ആണ് ആ പടം. പിന്നെ ED ലാസ്റ്റ് കണ്ട ഞാൻ പറയുന്നത് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്നത് ആമിർ പള്ളിക്കലിൻ്റെ പടം. ആയിഷ കഴിച്ചപ്പോൾ എനിക്ക് ആമിറിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ OTT-ലാണ് കണ്ടത്. പിന്നീട് പിന്നെ വിളിച്ചില്ല. പക്ഷേ ED കണ്ടപ്പോൾ ഞാൻ വിളിച്ചു. അത് സുരാജ് വെഞ്ഞാറമൂട് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. എത്ര ഗംഭീരമായിട്ടാണ് സുരാജണ്ണൻ അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ആ പടത്തിൽ. അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒട്ടേറെ പടങ്ങൾ ഇങ്ങനെ അതിനും പിറകിലോട്ട് പോയാലും കുറേ പടങ്ങൾ. ഇപ്പോൾ തലവൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ ബേസിലിൻ്റെ കുറേ പടങ്ങൾ, ഇതെല്ലാം ജയ ഹേ. ഞങ്ങളിതെല്ലാം കാണും കേട്ടോ. ഞങ്ങളിങ്ങനെ പേര് തന്നെ ഓർത്തു വയ്ക്കാത്ത രീതിയിൽ എല്ലാ സിനിമകളും പരമാവധി സിനിമയൊന്നും മിസ്സാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പോൾ 2 തവണ ഇപ്പോൾ ബാക്ക്ലോഗ് ഉണ്ട്, അത് പൂർത്തീകരിക്കണം. ഇപ്പോഴിറങ്ങിയ 2 കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ രേഖാചിത്രം, ഐഡന്റിറ്റി, ആ സീരീസ് ഇങ്ങോട്ട് തിരക്ക് കാരണം കാണാൻ പറ്റിയിട്ടില്ല. അപ്ഡേറ്റഡ് ആണ്, സമയം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഹാങ് ഔട്ടിൻ്റെ പ്രധാനപ്പെട്ട, ഞങ്ങൾക്ക് 4 പേർക്കും യോജിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. അതിൽ ഒന്നാമത്തെ മേഖല സിനിമയാണ്. അപ്പോൾ ഹാങ് ഔട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. 2 യാത്ര. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നപോലെ ഞങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. 3 ഭക്ഷണമാണ്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിൽ 3ലും പരമാവധി ലക്ഷ ടൈം പരമാവധി ഇതിനു വേണ്ടി അങ്ങ് പാക്ക് ചെയ്യും. സിനിമയൊന്നും വിടില്ല. പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടാൽ, അതിലെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടാലൊക്കെ അവരുടെ നമ്പർ തേടി പിടിച്ച് വിളിക്കും, അവരെ വിളിക്കുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും. കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിജയരാഘവേട്ടനെ വിളിക്കുന്നത്. അതൊരു ഗംഭീര വിളിയാണല്ലോ, അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ നമ്മുടെ ബൊഗൈൻവില്ല കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ചാക്കോയെ വിളിച്ചു. അത് വിളിക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ രജിസ്റ്റർ ആയാൽ അത് ഇഷ്ടപ്പെട്ടാൽ. ബൊഗൈൻവില്ലയിൽ ഗംഭീരമായിട്ടല്ലേ, ആ പടവും നല്ല മേക്കിംഗ് ആണ്. പിന്നെ ഗംഭീരമായിട്ട് ചാക്കോച്ചൻ അത് ചെയ്തിട്ടുമുണ്ട്. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതല്ലേ. അമൃതയ്ക്ക് കൂടുതലും കോമഡി സിനിമകളാണ് ഇഷ്ടം. കോമഡി ഞാൻ എല്ലാ സിനിമയ്ക്കിടയിലെ സീനിനിടയിലെ നമ്മൾ കാണാത്ത പൊളിറ്റിക്കൽ റീഡിങ് ഇയാൾ നന്നായി നടത്താറുണ്ട്. ഓ, അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആളാണ്. അയ്യോ, കറക്റ്റ്നെസ് അല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ അല്ല, പൊളിറ്റിക്കൽ റീഡിങ് ഉണ്ടല്ലോ, ഈ ഒളിച്ചു വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ, അത് ഗംഭീരമായിട്ട് ഇയാൾ അത് നന്നായിട്ട് റീഡ് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ARM സിനിമയിലെ ആ സാധനം എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നതെന്ന് മുമ്പ് വഴി കാണിക്കുന്നതിന് വേണ്ടി വീശുന്ന സാധനം എന്താന്ന് ഓർമ്മയുണ്ട? ഞാൻ എൻ്റെ റിവ്യൂവിൽ എഴുതുന്നുണ്ട്. അത് കടപ്പാട് ഇവിടെയാണ്, അരിവാളാണ് ഞങ്ങള് ദിശ കാണിച്ചു കൊടുക്കുന്നത്. ചെയ്തിക്കാല അവസാനം അല്ല, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് പെട്ടെന്ന് എനിക്ക് ചിലപ്പോൾ ആ സിനിമ ഞാൻ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കാണുന്നത്. ആ സീൻ എനിക്ക് പ്രത്യേകമായി ആ ഒരു രാഷ്ട്രീയം എന്നെ അതിൽ ഹുക്ക് ചെയ്ത പൊളിറ്റിക്സ് വേറെ ഒരുപാടുണ്ട്. ചിയോദിക്കാവിൽ എൻ്റെ അമ്മ കയറിയപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു എന്ന് പറയുന്നൊരു അത് പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അത് ഗംഭീരം. അതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി അംബേദ്കറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പോലീസ് കള്ളനാണെന്ന് പറഞ്ഞിട്ട് താണജാതിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഭരണഘടന അത് ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അതൊക്കെ എനിക്ക് ഞാൻ തിരക്കഥാകൃത്തിനെ വിളിച്ചിരുന്നു, കാസർഗോഡ് സ്വദേശി. ഏറെ നേരം സംസാരിച്ചു. ഞാൻ സീനെല്ലാം ഓർത്ത് വെച്ച് പറയുകയും ചെയ്തു. സിനിമയെ അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇത് ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആളല്ല, ഇങ്ങനെ കാണുന്ന, അതായത് ലൗഡായിട്ട് പറയാതെ പറയുന്ന സാധനങ്ങളെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾക്ക് വലിയ ഇഷ്ടമാണ്. സിനിമ കഴിഞ്ഞിട്ട് കാറിൽ തിരിച്ചു വരുമല്ലോ, അത് ഡിസ്കഷൻ. സിനിമ കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും മിക്കവാറും സമയം കിട്ടുക. സിനിമ കഴിഞ്ഞിറങ്ങിയാൽ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങുക, നേരെ സിനിമ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മുതൽ സിനിമയുടെ അടുത്ത ഹാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങള് റീവാച്ച് ചെയ്യാം. കുട്ടികളും കൂടും എൻ്റെ കൂടെ. അവന്മാർ ഉറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിയായിരുന്നു, നല്ല നൈറ്റൊക്കെ ആയാലും. പിന്നെ ഞങ്ങൾ സൂടിക്കാനൊക്കെ പോയാൽ അവിടെ ഇരുന്ന് ഇത് തുടരും. പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴും തുടരും. അതൊരു എന്റർടൈൻമെന്റ് ആണ്. ചിലപ്പോ ഭയങ്കരമായി വിളിക്കണമെന്ന് തോന്നിയാൽ ആ രാത്രിയിൽ തന്നെ നമ്പർ എടുത്തിട്ട് തേടി പിടിച്ച് വിളിക്കും. രാത്രി തന്നെ വിളിക്കും, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തേക്കും.
പിന്നീട് റിലീസിങ് സമയമൊക്കെയാണ്. കഴിഞ്ഞ് നമ്മൾ വിളിച്ചത് ഓർമ്മയുണ്ടോ അതിന്റെ? അതെ അതെ, നമ്മൾ വളരെ ഇങ്ങനെ അൺടൈമിലൊക്കെ വിളിച്ചളയും. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ അസ്വസ്ഥനായി ആ ആളിനോട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി സമയം മെനക്കെടും. അതിലൊരു രസമുണ്ട്. അതിനുശേഷം അവരോടുള്ള സംഭാഷണം ഉണ്ടല്ലോ, അത് ഒരു നോവൽ വായിച്ചാലും തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു നോവൽ വായിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ദുഗോപന്റെ ഇപ്പോൾ പുറത്തു വരാൻ പോകുന്ന പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. കാണേണ്ട സിനിമ, ഗംഭീര സിനിമ ആയിരിക്കും എന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല. ബേസിലാണ് ചെയ്തിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇന്ദു കണ്ടപ്പോൾ പറഞ്ഞു. 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു നോവലാണ്. അതൊരു ഗംഭീരം കഥയാണ്. കൊല്ലത്ത് കിടക്കുന്ന രസകരമായ കഥയാണ്. വിലായത്ത് ബുദ്ധ അയാളുടെ വരാൻ പോകുന്നത്. ഇതെല്ലാം ഈ നമ്മൾ ഇവരുമായിട്ടൊരു വർത്തമാനം. റാം ജോറഫ് ആനന്ദി വായിച്ചു കഴിഞ്ഞപ്പോഴും വിളിക്കാൻ തോന്നി, വിളിച്ചു. ഇങ്ങനെ പരമാവധി ഏത് വിളിച്ചാലും വായിച്ചു കഴിഞ്ഞാൽ അയാളോട് സംസാരിക്കാനും ആ ഗ്രന്ഥകർത്താവിനോട് സംസാരിക്കാനും ഒരു സമയം കണ്ടെത്താറുണ്ട്. അതുകൂടിയാണ് നമ്മുടെ വായനയുടെ തുടർച്ച. കുട്ടികളുടെ പേരിൽ ഗുൽമോഹറും ഗുൽനാർ, അതിന്റെ അർത്ഥം എന്താ? ഗുൽനാർ മാതളത്തിന്റെ പൂവാണ്. ഓ, അതാണ് ഗുൽനാർ. അറിയില്ല കേട്ടോ. ഗുൽമോഹർ മാത്രമേ അത് സോക്കോൾഡ് ആയതുകൊണ്ട്. രണ്ട് പൂക്കളാണ്. ഞങ്ങളുടെ ഒരു കോമ്രേഡും പണ്ടൊരിക്കൽ പറഞ്ഞു, പൂക്കാല പൂന്തോട്ടാവാതിരുന്ന കൊള്ളാം. അത് കൊള്ളാം, നല്ല തമാശയാ. പൂക്കളുടെ പേരിടുന്നതൊക്കെ കൊള്ളാം. ഇതൊരു പൂന്തോട്ടം. ഡിവൈഫൈഡ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്ന് സർ റിയാസാണ്. അപ്പോൾ ഇയാള് ഷൈൻലാല് പറയാ, ഭയങ്കര തമാശക്കാരനാണ്, ഭയങ്കര രസമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ്. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലൊരു കാര്യം പെടുത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ പറഞ്ഞു. എന്നിട്ട് ബാക്കിയാണ് പറഞ്ഞത്. പൂവിന്റെ പേരാണ് എടുത്തത്. ഇത് രണ്ടാമതൊരു പൂവായിട്ടുണ്ട്, ഒരു പൂന്തോട്ടം. അപ്പൊ രണ്ടും പൂക്കളുടെ പേരാണ്. ഈ മനുഷ്യനെ ക്വാളിറ്റീസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, നിലർത്തി കൊണ്ടുപോകുന്നത് നമ്മൾ അന്ന് കണ്ട റഹീം അല്ല ഇന്നത്തെ റഹീം. ഒരുപാട് പേർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പോർഷൻസ്. അപ്പൊ നമ്മുടെ പോർഷൻ കുറഞ്ഞു പോകുമെന്ന് ഇടയ്ക്കെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നാറുണ്ടോ? കിട്ടുന്ന കറക്റ്റ് പറയുന്ന പ്രൊഡക്റ്റീവായി കിട്ടിയാൽ മതിയോ? അത് എങ്ങനെയാണ്? എനിക്ക് കിട്ടുന്ന സമയം കിട്ടിയാൽ മതി. കിട്ടുന്നൊരു സമയം വളരെ പ്രൊഡക്റ്റീവായി നമ്മൾ ഞാൻ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തൊക്കെ നിന്ന് നമ്മൾ സജീവമായി നിന്നിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലാവും ഈ ടൈം എന്തുകൊണ്ടാണ് പോകുന്നത്. മനഃപൂർവ്വം നമ്മളെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടില്ലല്ലോ. പിന്നെ അത് ആവശ്യമാണ് എന്നുള്ള നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് എനിക്കെന്തോ അങ്ങനെ ഒരു പരാതിയില്ല. പക്ഷെ എന്നാലും സമയം വേണമെന്നൊക്കെ ചോദിക്കും. ഇത്ര സമയം വേണം, നമുക്ക് ഇന്നത് ചെയ്യാം എന്നൊക്കെ പറയും. വളരെ കുറച്ച് സമയമാണ് കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന സമയം ഞങ്ങൾ 4 പേരും ഓണായിരിക്കും. പക്ഷേ ഈ സഹാവിന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന പണ്ടത്തെ കാൽപ്പനികമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടല്ലോ, അത് മാറി. ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ നേരിടുമ്പോൾ ഇതല്ല, നമ്മൾ അന്ന് കണ്ട കാൽപ്പനിക സ്വപ്നമല്ല, നോവൽ വായിച്ചതല്ല, സിനിമ കണ്ടതുപോലെ അല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നതല്ല. ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു സഖാവ് ബന്ധം, ഇല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ അന്നത്തെ ആ കാൽപ്പനികമായിട്ടുള്ള മോഹമല്ല കമ്മ്യൂണിസം. ഇന്നും കുറെ പരിവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയലൈസേഷൻ ആണ്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഇന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടോ? കൈപിടിച്ച് നടക്കുന്ന സഖാവ് എന്ന് പറയുന്ന സ്വപ്നമാണ് മനസ്സിലുള്ളത്. അതേ റഹീം എന്ന് പറയുന്ന കൂടെയുള്ള ഒരു പാർട്ണർ ജീവി, ഏത് അർത്ഥത്തിലാണ് കാണുന്നത്? എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ആ സഖാവായിട്ട് അങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറയുന്ന ഇതുവരെയുള്ള ക്വസ്റ്റ്യനില് ഞാൻ ഈ ക്വസ്റ്റ്യനാണ് എന്ത് പറയും. അല്ലല്ല, അല്ലാതൊരു റഹീമിനെ കൈ പിടിച്ച് നടക്കുന്ന ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വെറും റഹീം മാത്രമായി ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നാത്തത്. ഞാൻ പൂർണ്ണമായും അങ്ങനെ ഒരു കോംറേഡ്ഷിപ്പിൽ കൈപിടിച്ച് നടക്കണമെന്ന്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെ കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം എന്നറിയാമോ? അങ്ങനെയല്ല, നമുക്കിപ്പോ അത് പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അല്ല, അത് അങ്ങനെ അതും ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ. അതും ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഞങ്ങൾ രണ്ടുപേരും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല ഞാനെങ്കിലും ദിവസത്തിലെ തുടങ്ങുന്ന പോലെ അവസാനിക്കുന്നവരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഇവർ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പിന്നെ അതിൽ അങ്ങനെ ഒരു തോന്നലിന്റെ ആവശ്യമേ ഇല്ല. കോംറേഡ് റഹീം ആയിരിക്കുമ്പോഴും എന്റെ കൂടെ റഹീമായി തന്നെയാണല്ലോ കൈപിടിച്ച് നടക്കുന്നതും. ഞങ്ങൾ സ്വപ്നം കണ്ട റഹീം ഇല്ലല്ലോ. അല്ല, എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാ പഴയതുപോലുള്ള കാൽപ്പനിക ലോകത്ത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതല്ലേ. അതാണ് ഞാൻ അങ്ങനെ ലോകം
അങ്ങനെയുള്ള ലോകം നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ, ഇൻവിസിബിൾ ആയിട്ടതുണ്ടല്ലോ. പറയുന്നത് നമ്മൾ കാണും വെറും പാഴ്ക്കിനാവല്ലേ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ തുടർച്ചയാണ് ഈ ഏരിയ. വിവാഹത്തിന് മുമ്പ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ലോകമല്ല വിവാഹത്തിന് ശേഷം, ഒരാൾക്കുമല്ല പ്രാക്ടിക്കലി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമൃത, അത് എന്താ പറയാ, അത് ആൾക്ക് മിസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യനെ കാതോർത്തത്, എനിക്ക് മറുപടി പറയുന്നത് എന്നുള്ളത്. അത് എന്നോട് പറയാറുണ്ട്, ഇങ്ങോട്ട് മിസ് ചെയ്യുന്നു. പക്ഷേ അതല്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം നമുക്ക് വേറെ എന്നാൽ പിന്നെ കുറച്ച് അഭിനയിച്ച് കളയാമെന്ന് പറഞ്ഞ് കുറച്ച് നടക്കില്ലല്ലോ, നടക്കാത്ത കാര്യമല്ലേ, കാര്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ വളരെ, അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു നമ്മുടേതാ ഒരു പേഴ്സണൽ ടൈം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മിസ് ചെയ്താൽ ഞാൻ അങ്ങനെ തന്നെ പറയാറുണ്ട്. എനിക്ക് ആ ഒരു സമയം കുറച്ച് മിസ് ചെയ്യുന്നു തോന്നിയാൽ കൃത്യമായി ഏതെങ്കിലും ഒരു സമയത്ത്, അതിപ്പോ ഏതെങ്കിലും ഒരു ടൈം, ഇപ്പൊ അർദ്ധരാത്രി ആണെങ്കിൽ, അയ്യോ അല്ല, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാറുണ്ടോ എനിക്ക് കിട്ടുന്നില്ല, ആത്മാർത്ഥമായിട്ട് പറയും. അയാള് പരമാവധി പരമാവധി ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഈ സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, ഇതെങ്ങനെയാണ് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ചിലത് മിസ്സാകും, ചില സമയത്ത് ഗുഡ് ടൈമിൽ ഉണ്ടാകില്ല കൂടെ എന്നൊക്കെ തന്നെയാണ്. ചിലത് പേഴ്സണലി ഞാൻ മാത്രം ചെയ്യേണ്ടി വരും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകാം, പല കാര്യത്തിലാകാം, ഞാൻ ഓരോന്നെടുത്ത് പോകുന്നില്ല. ഏതായാലും ആ ഒരു അവയർനെസ് അയാൾക്കുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇതിനെ പാച്ചപ്പ് ചെയ്ത് പോകുന്ന ഏക ഘടകം. റിയലിസ്റ്റിക്കായി തന്നെ ചിന്തിക്കും, അതിങ്ങനെയാണ്, അയാളുടെ ജോലിയുടെ അല്ലെങ്കിൽ അയാളുടെ ഏരിയയുടെ ഭാഗമാണത് എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. ഇല്ലെങ്കിൽ ഉത്തരം പറഞ്ഞ് മറികടന്നു. മാത്രമല്ല വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇയാള് അത് ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, അതങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് തരാൻ പറ്റുന്നില്ല എന്ന് എനിക്കും തോന്നാറുണ്ട്. അയാളത് അവരോട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ, എനിക്കിപ്പോൾ എൻ്റെ ഫീലിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു ഫീൽ വരാറുണ്ട്. അത് വേറൊരു കാര്യം. അമൃതയുടെ തന്നെ പേഴ്സണൽ കാര്യത്തിൽ തോന്നാറുണ്ട്. അമൃത പക്ഷേ അതിനെ മാനേജ് ചെയ്യുന്നത് ആ ഒരു അവയർനെസ്സിൽ നിന്നാണ്. കുഞ്ഞുങ്ങൾ ഭയങ്കരമായത് ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഫോൺ നമ്മുടെ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് തീരെ ഇഷ്ടമല്ല, അത് പറയും. ഈ സമയം ഞങ്ങൾക്കുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പറയും, അല്ല മോനെ എനിക്ക് 2-3 കോൾ കൂടി വിളിക്കാനുണ്ട്. ശരി, എത്ര കോൾ കൂടി ഉണ്ടാകും? അപ്പോൾ ശരി, ശരി. അപ്പോൾ അവൻ കൗണ്ട് ചെയ്യും, അവൻ നോക്കിയിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇനി കഴിഞ്ഞല്ലോ പപ്പ, ഇനി ഫോൺ മാറ്റി വെക്കും, ഇനി ഞങ്ങൾക്ക് തരണം. ഇത് ഞങ്ങളുടെ സമയമാണ്, ഇത് ഞങ്ങളുടെ ഹോം സിനിമയല്ലേ, അതൊരു ഭയങ്കര സംഭവമാണ്. അത് നമ്മളിപ്പോൾ വല്ലാതെ ഇപ്പം ബസ് സ്റ്റാൻഡിലിരുന്നാൽ പരസ്പരം ആളുകൾ സംസാരിക്കാറില്ലല്ലോ, ദൂരെയുള്ള ആളുകളോടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വീട്ടിലും അത് ഈ ഹോം സിനിമ പ്രശ്നം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളിപ്പോൾ അത് വളരെ രണ്ടുപേരും അതല്ല, ഞങ്ങളോട് കളിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ സമയം വേണമെന്ന് ഡിമാൻഡ് ചെയ്യാറുണ്ട്. രണ്ട് പൊളിറ്റിക്കൽ ജീവികളുടെ ഇടയ്ക്ക് വീണ്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജീവികൾ തന്നെ അങ്ങനെ തന്നെ അവര് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നാണ്. അതെ, അങ്ങനെ വേണം. അതെ, നമ്മളെ കൂടെ കറക്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് ഞാനിവിടെ വായിച്ചു, ഏറ്റവും നല്ല ഉത്തരം പറയുന്ന ആളല്ല ഏറ്റവും നല്ല വിദ്യാർത്ഥി, ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നയാളാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി. ശരിക്കും നമ്മളെ അവരങ്ങനെ അവരത് ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ അങ്ങനെ കൂടി അവരുടെ സമയം അവർക്കായി തന്നെ, നമ്മൾ ഈ ക്വാളിറ്റി ടൈം എന്നൊക്കെ ടേം ഇട്ട് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും വലിയ അരാഷ്ട്രീയവാദി നമ്മുടെ വീടുകൾക്കുള്ളിൽ വളരാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു നമ്മുടെ കുഞ്ഞിനെ കേട്ടിട്ടേ ബാക്കിയുള്ളവർ കേൾക്കുന്നതിൽ കാര്യമുള്ളൂ. ഗോപി സാറിന്റെ സിനിമയിൽ ONV കുറുപ്പ് എഴുതിയിട്ടുള്ളൊരു വരിയിൽ സുന്ദര വാഗ്ദത്ത ഭൂമി നമ്മൾ കാണും വെറും പാഴ്ക്കിനാവല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ നോവലുകൾ വായിക്കുമ്പോൾ, ഇപ്പോൾ ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ, അമ്മ വായിക്കുമ്പോൾ, ഇല്ലെങ്കിൽ സി രാധാകൃഷ്ണൻ സാറിൻ്റെ മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ കാലം കഴിഞ്ഞു, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംഘടനാ പ്രവർത്തനത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആ സ്വപ്നം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ കവി ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിന്നൊരു കവിയാണ്. കവി എഴുതിയതിലും ആ സുന്ദര വാഗ്ദത്ത ഭൂമി വെറും പാഴ്ക്കിനാവില്ലേ എന്നൊരു ആശങ്ക, ഇല്ലെങ്കിൽ അത് നടക്കാത്തൊരു സ്വപ്നമായിട്ട് ആ കഥാപാത്രത്തിന് വേണ്ടി എഴുതിയതാണ്. പക്ഷേ ആ ഒരു ആശങ്ക
മനസ്സിലുണ്ടോ, ഇല്ലെങ്കിൽ ആ വരികളെ ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ ഇന്ന് എങ്ങനെയാണ് റഹീം എന്ന് പറയുന്ന യാഥാർത്ഥ്യബോധത്തോട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ലീഡർ കാണുന്നത്? അനദർ വേൾഡ് ഈസ് പോസിബിൾ. ഇത് തന്നെയാണ് സ്വപ്നം, അത് തന്നെയാണ് ആത്മവിശ്വാസം. അത് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, ലോകത്തെല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയും. ലെഫ്റ്റ് റിവൈവ് ഉണ്ടാകും, ലെഫ്റ്റ് തന്നെ ആയിരിക്കും, മറ്റൊരു ലോകമുണ്ടാകും. ചൂഷണരഹിതമായ അന്യൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു നാളെ അതുണ്ടാകണ്ടേ? അതിനെക്കുറിച്ച് സ്വപ്നം കാണാതെ എങ്ങനെയാണ് മനുഷ്യൻ മുമ്പോട്ട് നടക്കുക? അത് തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാകും. അമൃത കാണുന്ന സ്വപ്നം എന്താണ്? അല്ല, ഞാൻ കാണുന്ന സ്വപ്നം ഞാനീ പറഞ്ഞ പോലെ അനദർ വേൾഡ് ഈസ് പോസിബിൾ. ബിക്കോസ് നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്ന, ലോകത്തും നമ്മൾ കാണുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ അന്യൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കുന്നത് വരെ എത്താനൊരു പ്രയാസമുണ്ട്. പക്ഷെ ആ ഒരു പ്രോസസ്സ് കുറച്ച് നീണ്ടതാണെങ്കിലും നമ്മളെ പ്രോസസ്സ് നീണ്ടതാണെന്ന് പറഞ്ഞാൽ ആരും ഇടയിൽ ഉപേക്ഷിച്ച് പോകില്ലല്ലോ, പോകാൻ പാടില്ലല്ലോ. അതിന് നിരന്തരമായി ഇപ്പോൾ ഇന്നലകളിൽ ആരോ ചെയ്തത് ഇന്ന് നമ്മൾ തുടരണം, അടുത്ത തലമുറ തുടരണം. പക്ഷെ നമ്മൾ എത്തുന്നത് അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ എത്തണമല്ലോ. ഈ പ്രോസസ്സിൻ്റെ പീരീഡിലും ഇതിൻ്റെ ഏറിയോ കുറഞ്ഞോ ഉള്ള ഭാഗങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അന്യൻ്റെ സ്വരം സംഗീതം പോലെ നിങ്ങൾ ആസ്വദിച്ചില്ലെങ്കിലും അന്യൻ്റെ സ്വരം കേൾക്കാനെങ്കിലുമുള്ള സ്പേസ് ഈ പ്രോസസ്സിനിടയിൽ കിട്ടുന്നുണ്ട്. അതിപ്പോഴും നടക്കും. ഇപ്പം ഞാൻ കാണുന്ന സ്വപ്നത്തിലും ഈ പറഞ്ഞതുപോലെ അതൊരു പാഴ്ക്കിനാവല്ല, നല്ല കിനാവാണത്. ആ കിനാവ് കാണുന്നവനെ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം അത് ആ കിനാവ് ഈ നമ്മുടെ ലോകത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മണ്ണിലില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ മതി, അല്ലേ? അപ്പം ഞാൻ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കത് ഉണ്ടാകണമെന്ന ആഗ്രഹമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു ലോകം, അങ്ങനെ സ്വപ്നം കാണുന്നവരില്ലാത്ത, ഇനി സമരങ്ങളില്ല, സമരസപ്പെടലേ ഉള്ളൂ എന്നാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്തം പറഞ്ഞത്. ഇനിയില്ല, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി. അങ്ങനെയാണെങ്കിലോ ജെൻസിയാണ്, ജെൻ ബീറ്റ വരുന്നു, വല്ലാതെ മാറുന്നു. പുതിയ ലോകങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ചുറ്റുപാടുകൾ ഉണ്ടാകുന്നു, പുതിയ അഭിരുചികൾ ഉണ്ടാകുന്നു. അവിടെയും ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. മറ്റൊരു ലോകം സാധ്യമാണ്, സാധ്യമായാലേ മതിയാകൂ എന്ന് പറയുന്ന പൊളിറ്റിക്സ് പല രൂപത്തിൽ പല ഭാവത്തിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഞങ്ങൾ ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശേഷമുള്ളവരും ആ ജോലി ചെയ്യും. ഒരുപക്ഷെ ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആ ജോലി ചെയ്യാൻ കഴിയുന്നവർ പിന്നാലെ വരും. അതുകൊണ്ട് ആരും ഉപേക്ഷിച്ചു പോകുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1000 കാലങ്ങൾ പൂർത്തിയാക്കിയൊരു യാത്ര ആദ്യമായി ആരംഭിച്ചത്, ആദ്യമായി വെച്ചൊരു ചെറിയ ചുവടിൽ നിന്നാണ്. നമ്മൾ ഇരിക്കുന്ന വലിയ കെട്ടിടം പണിതുയർത്തിയത് എവിടെയോ വെച്ചാൽ ഇതിൻ്റെ മൂലയിൽ വെച്ചൊരു ചെറിയ മൂലക്കല്ലല്ലേ. അപ്പോൾ അത് തുടങ്ങാനുള്ള തീരുമാനമില്ലായിരുന്നുവെങ്കിൽ, ആ ചെറിയ മൂലക്കല്ല് വെച്ചിരുന്നെങ്കിൽ, അവിടെ നിന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ കെട്ടിടമില്ലല്ലോ, നമ്മളിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറില്ലല്ലോ. യാത്രകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അനദർ വേൾഡ് ഈസ് പോസിബിൾ. അത് തന്നെയാണ് ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അന്യനെ കേൾക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ലോകം പുലരട്ടെ, അത് കൂടുതൽ കുറ്റമറ്റതായി മാറട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.